ഗസയിൽ വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 8 പേർ. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും അതിൻ്റെ വിശേഷങ്ങളിലേക്കും ഒക്കെയാണ്. ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് അമേരിക്കയിലേക്കാണ്. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ഇന്ന് അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ സമയം രാത്രി 10:30. അതിനു മുന്നോടിയായി ട്രംപിന്റെ പ്രസ്താവനകളൊക്കെ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. പതിവ് പോലെ ട്രംപ് വാർത്തകളിൽ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വാഷിംഗ്ടണിൽ ഇപ്പോൾ ട്രംപിന്റെ വലിയൊരു റാലി നടക്കുകയാണ്, സ്ഥാനാരോഹണത്തിന് മുന്നോടിയായുള്ള റാലി. അദ്ദേഹം പറയുന്നു, ഈ ഇസ്രയേൽ വെടിനിർത്തലിന് സമ്മതിച്ചത് താൻ അധികാരത്തിൽ വീണ്ടും വരും എന്നുള്ളത് കൊണ്ടാണ്. ടിക്ടോക്കിന്റെ കാര്യത്തിൽ പുനർചിന്തനം ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രംപ് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ക്യാപിറ്റൽ ഹില്ലിൽ ആ വലിയ ചടങ്ങ് നടക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പ്രതിനിധികളായി ഇന്നലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെയും നിത അംബാനിയെയും ഒക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. എത്രത്തോളം ആഘോഷകരമായിട്ടാണ് ഈ ചടങ്ങ് നടത്തുക എന്നത് ഇന്ന് കാത്തിരുന്ന് കാണണം. അവിടെ വലിയ തണുപ്പാണ്. അതുകൊണ്ട് തന്നെ സാധാരണ പുറത്ത് നടത്താറുള്ള പരിപാടി ഇത്തവണ അകത്ത്, വൈറ്റ് ഹൗസിനകത്താണ് നടത്തുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള വലിയ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ ദിവസം പുറത്തു വരും. അതൊക്കെ നമുക്ക് കാണാം. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നോക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ എന്താകും വിധി. അവസാന ദിവസത്തെ വാദത്തിലും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് ഗ്രീഷ്മയെ പോലൊരു പ്രതിക്ക് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ്. അതേസമയം ഗ്രീഷ്മയുടെ പ്രായമൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു ഇളവ് നൽകണമെന്ന് പ്രതിഭാഗവും ആവശ്യപ്പെടുന്നുണ്ട്. ദേശീയതലത്തിൽ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ രാജ്യത്തെ മുഴുവൻ നടുക്കിയ ബലാത്സംഗ കൊലയിൽ പ്രതിക്കുള്ള ശിക്ഷ എന്താണെന്നും ഇന്നറിയാം. അങ്ങനെ വാർത്തകൾ കൊണ്ട് വളരെ വളരെ സജീവമായൊരു ദിവസം തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരെന്ന് കോടതി. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ നൽകണമെന്ന് ഷാരോണിന്റെ കുടുംബം. പ്രായത്തിന്റെ പരിഗണന നൽകണമെന്ന് പ്രതിഭാഗം. ആർജിക്കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലയിൽ ശിക്ഷാവിധി ഇന്ന്. റെസിഡന്റ് ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. സഞ്ജയ് റോയ്ക്കുള്ള ശിക്ഷ വിധിക്കുന്നത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി വാഷിംഗ്ടണിൽ റാലി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, മുകേഷ് അംബാനിയും നിത അംബാനിയും ചടങ്ങിൽ. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലായതോടെ ഇസ്രായേൽ ഗാസ അതിർത്തിയിൽ സമാധാനം. കൂടുതൽ ബന്ദികളെ ഉടൻ കൈമാറും. താൻ തെരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസ് കരാർ പ്രാവർത്തികമായതെന്ന് ഡൊണാൾഡ് ട്രംപ്. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയിൽ പ്രതികളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പോലീസ്. ND അപ്പച്ചനും ഗോപിനാഥനും ഇന്ന് ഹാജരാകും. നിയമസഭ ചേരുന്നതിനാൽ IC ബാലകൃഷ്ണൻ ഹാജരാവില്ല. ബ്രൂവറി വിഷയത്തിൽ സർക്കാരിനെതിരെ നീക്കം ശക്തമാക്കാൻ പ്രതിപക്ഷം. VD സതീശനും രമേശ് ചെന്നിത്തലയും ഇന്ന് ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടേക്കും. പദ്ധതിയിൽ എതിർപ്പറിയിക്കാൻ എലപ്പുള്ളി പഞ്ചായത്ത് യോഗം ഇന്ന്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര ചിത്രം ഇന്ന് തെളിയും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം ഇന്ന് അവസാനിക്കും. പത്രിക സമർപ്പിച്ചത് 719 പേർ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അത് പാറശാലയിലെ ഷാരോൺ രാജ് എന്ന 23-കാരനെ കൊലപ്പെടുത്തിയ കേസിലെ വിധിയാണ്. ഷാരോൺ വധക്കേസിൽ ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകും. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറാണ് വിധി പറയുക.
ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഷാരോണിന്റെ കുടുംബവും. വിവരങ്ങളുമായി ചേരുന്നത് ഡാൻ കുര്യനാണ്. ഡാൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അവസാന വിചാരണ നടന്നപ്പോൾ, അവസാന വാദം നടന്നപ്പോൾ നമ്മൾ കേട്ടതാണ്, ഇരുപക്ഷത്തിന്റെയും വാദങ്ങൾ നമ്മൾ കേട്ടതാണ്. പക്ഷേ അല്പം മുൻപ് ഡാന്റെ ഒരു റിപ്പോർട്ട് നമ്മൾ കൊടുത്തിരുന്നു. അതിൽ പറയുന്നത് പോലെ കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കേസ് ആദ്യമായിട്ടായിരിക്കും. അത് പ്രണയം എന്നൊരു വികാരത്തിന്റെ പേരിൽ മാത്രം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്കാണെങ്കിൽ ഒരു മാതൃകാപരമായ ശിക്ഷ വിധിക്കുക എന്നതാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്താവും തീരുമാനം ഉണ്ടാവുക? എന്താണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്? ശ്രീജ, ഗുഡ് മോർണിംഗ്. രാവിലെ 11 മണിക്കായിരിക്കും കേരളം ഉദ്വേഗത്തോടെ കാത്തിരിക്കുന്ന ഷാരോൺ രാജ് വധക്കേസിൽ നെയ്യാറ്റിങ്കര സെഷൻസ് ജഡ്ജി AM ബഷീർ വിധി പറയുക. എന്തായാലും കഴിഞ്ഞ ദിവസം നടന്ന വാദമുഖങ്ങളിൽ, അന്തിമ വാദമുഖങ്ങളിലടക്കം പ്രതിഭാഗം മുമ്പോട്ട് വെച്ചത് ഗ്രീഷ്മയുടെ പ്രായം പരിഗണിച്ചുകൊണ്ട് ഒരു പുനർവിചിന്തനത്തിനുള്ള പുനർചിന്തയ്ക്കുള്ള അവസരം നൽകണം. ഈ ഒരു സമൂഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് അവൾക്ക് ഒരു മാനസാന്തരത്തിന് ഒരു സാഹചര്യം ഒരുക്കേണ്ടത്. അതുകൊണ്ട് കോടതി അത് പരിഗണിക്കണമെന്ന ആവശ്യമായിരുന്നു പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ ധാക്കശികാന്തം ഇതിനെ എതിർത്തു. വധശിക്ഷനെ അർഹിക്കുന്ന അത്യന്തം നിഷ്ഠൂരമായ ക്രൂരമായ കൊലപാതകമാണ് ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയായിരുന്നു. സമാനതകളില്ലാത്ത വേദന അനുഭവിച്ചാണ് ഷാരോൺ രാജിന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്രൂരമായ കൊലപാതകം ആസൂത്രണം ചെയ്യാൻ ചെകുത്താൻ്റെ മനസ്സുള്ള ഒരാൾക്കേ കഴിയുകയുള്ളൂ എന്ന തരത്തിലുള്ള രൂക്ഷമായ വിമർശനമാണ് ഗ്രീഷ്മയ്ക്കെതിരെ പ്രോസിക്യൂഷന് വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ നടത്തിയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഗ്രീഷ്മ കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയുടെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ, അതോടൊപ്പം തന്നെ അവളുടെ പ്രായം, മറ്റ് പഠനത്തിൽ ഇതുവരെ നേടിയ മികവുകളൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ജഡ്ജിക്ക് മുമ്പാകെ ചേംബറിൻ്റെ സമീപമെത്തി നേരിട്ട് കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം തൻ്റെ പ്രായവും തൻ്റെ ഭാവിയും തൻ്റെ വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് നേരിട്ട് ജഡ്ജിക്ക് മൊഴിയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അവിടെ മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും ഗ്രീഷ്മയുടെ പേരിലില്ല. അവിടെ അതൊരു പ്രസക്തമായ കാര്യമായി മാറും. പിന്നെ ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ ഇടയായ സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം കഴിഞ്ഞ ദിവസം നടത്തിയ അന്തിമ വാദമുഖങ്ങളിൽ ഉയർത്തിക്കാണിച്ച ആക്ഷേപങ്ങൾ, അത് കോടതി പരിഗണിച്ചാൽ, അത് ഗൗരവത്തിലെടുത്താൽ തീർച്ചയായിട്ടും ശിക്ഷാവിധിയിൽ അത് പ്രതിഫലിക്കാൻ തന്നെയാണ് സാധ്യതയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് ഉറപ്പിച്ചങ്ങ് പറയാറായിട്ടില്ല കാര്യങ്ങൾ. അതോടൊപ്പമാണ് ഈ പ്രതിഭാഗത്തിൻ്റെയും വാദിഭാഗത്തിൻ്റെയും വാദങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം ജഡ്ജി AM ബഷീറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വളരെ പ്രസക്തമായൊരു പരാമർശം, മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കോടതിക്ക് വിധി പറയാനാകില്ല, അവിടെ വൈകാരികതയ്ക്ക് അപ്പുറം തെളിവുകൾ തന്നെയാണ് മുഖ്യം എന്ന തരത്തിൽ ജഡ്ജി നടത്തിയ പ്രസ്താവനകളുണ്ട്. അത് ഒരു പക്ഷേ അത്ര കാഠിന്യമേറിയൊരു ശിക്ഷ, അതായത് സമൂഹം പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്ന പോലെ അത്ര വലിയൊരു ശിക്ഷ ഗ്രീഷ്മയ്ക്ക് നൽകാൻ ഉള്ള സാധ്യത കുറവാണ് എന്ന പരോക്ഷ സൂചനകൾ നൽകുന്ന തരത്തിലുള്ള വിവരങ്ങളാണെന്ന് കോടതി മുറിക്കുള്ളിൽ നിന്ന് പുറത്തു വന്നത്. എന്തായാലും 11 മണിക്കായിരിക്കും കേസിൽ വിധി പറയുക. 10 മണിയോടെ ഷാരോൺ രാജിൻ്റെ മാതാപിതാക്കൾ അടക്കം പാറശാലയിലെ വീട്ടിൽ നിന്ന് കോടതിയിലേക്ക് എത്തും. ഒരുപക്ഷെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കാനാണ് സാധ്യത. പ്രധാനമായൊരു ആക്ഷേപം, നിലവിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിൽ തങ്ങൾക്ക് സംതൃപ്തിയുണ്ട്. പക്ഷേ അമ്മയെ, അതായത് ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കേസിൽ കുറ്റവിമുക്തയാക്കിയതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യം കൂടി കഴിഞ്ഞ ദിവസം മാതാപിതാക്കൾ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ കേരള പോലീസിൻ്റെ കേസ് ഡയറിയിൽ സമാനതകളില്ലാത്ത ഒരു അധ്യായം ബാക്കി വെച്ചുകൊണ്ടായിരിക്കും ഗ്രീഷ്മ കേസിൽ, ഷാരോൺ രാജ് വധക്കേസിൽ ഗ്രീഷ്മയ്ക്കെതിരെ ഇന്ന് നെയ്യാറ്റിങ്കര സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുക. ഡാനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കാത്തിരുന്നറിയേണ്ടത് അവസാനത്തെ ദിവസത്തെ വാദമുഖങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഇതിൽ ഏത് വാദത്തിനാണ് കോടതി പ്രാമുഖ്യം കൽപ്പിക്കുക? പ്രത്യേകിച്ച് കോടതി പറഞ്ഞൊരു വാചകം വളരെ ശ്രദ്ധേയമാണ്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വിധി പറയാനാവില്ല എന്നൊരു കാര്യം നേരത്തെ കൂട്ടി തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രതിയുടെ പ്രായം,
പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം ഇതൊക്കെ കൂടി പരിഗണിച്ചായിരിക്കും ഒരുപക്ഷെ വിധിന്യായം പറയുക. ഗ്രീഷ്മ കോടതിക്ക് മുന്നിൽ ഒരു കത്ത് നൽകിയിരുന്നു. അത് പഠിക്കാൻ മിടുക്കിയായിരുന്നു, ബിരുദ തലത്തിലൊക്കെ വലിയ ഉയർന്ന മാർക്ക് നേടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പഠിക്കാൻ താല്പര്യമുണ്ട് എന്നൊരു വാദമാണ് ഉന്നയിച്ചത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്താണ് 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പ്രണയത്തിന്റെ പുറത്ത്, പ്രണയിച്ചു എന്നതിന്റെ പുറത്ത് മാത്രം കൊല്ലപ്പെട്ടു എന്ന യാഥാർത്ഥ്യം. ഇനി നമ്മൾ പോകുന്നത് ഈ കേസിന്റെ നാൾ വഴിയിലേക്കാണ്. എന്തൊക്കെയാണ് ഈ കേസിൽ സംഭവിച്ചത് കാണാം. ജ്യൂസ് ചലഞ്ച്, പിന്നീട് കഷായം കുടിപ്പിക്കൽ, പലപ്പോഴായി കാമുകന്റെ ശരീരത്തിലേക്ക് വിഷം പ്രവേശിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം, മറ്റൊരു വിവാഹത്തിനായി കാമുകനെ ഒഴിവാക്കാൻ ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയായിരുന്നു കൊലപാതകം. ഇങ്ങനെ ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ വിചാരണാഘട്ടത്തിൽ ഉന്നയിച്ചത്. കേസിന്റെ നാൾ വഴികൾ ഇങ്ങനെ: 2022 ഒക്ടോബർ 25-ാം തീയതി മുരിയങ്കര JP ഹൌസിൽ ജയരാജിന്റെ മകൻ, നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ BSc റേഡിയോളജി വിദ്യാർത്ഥി 23-കാരനായ JP ഷാരോൺ രാജ് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. സുഹൃത്തായ ഗ്രീഷ്മ എന്ന പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് നൽകിയ കഷായം, ജ്യൂസ് എന്നിവയാണ് മരണകാരണമെന്ന് ആരോപണം. 14-ാം തീയതി പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് നൽകിയ പാനീയം കഴിച്ചയുടൻ ഛർദിൽ അനുഭവപ്പെട്ടതായും തുടർന്ന് വൃക്കകളുടെയും മറ്റ് ആന്തരിക അവയവങ്ങളുടെയും പ്രവർത്തനം മോശമാകുകയും ചെയ്തു. പല ആശുപത്രികളിലും ചികിത്സ തേടിയ ശേഷം 19-ാം തീയതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയെങ്കിലും ഷാരോൺ മരിച്ചു. അസ്വാഭാവിക മരണത്തിന് പാറശാല പോലീസ് കേസെടുത്തു. 2022 ഒക്ടോബർ 29 ഷാരോൺ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. 2022 ഒക്ടോബർ 30 സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. കഷായത്തിൽ കീടനാശിനി ചേർത്ത് നൽകിയെന്ന് യുവതി കുറ്റസമ്മതം നടത്തി. 2022 ഒക്ടോബർ 31 ഷാരോണിനെ കളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയ കേസിൽ കേരള അതിർത്തിയിൽ കാരക്കോണത്തിന് സമീപം രാമവർമ്മൻചിറ സ്വദേശിനി ഗ്രീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷൻ ശുചിമുറിയിൽ നിന്ന് അണുനാശിനി കുടിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗ്രീഷ്മ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പലതവണ അഭ്യർത്ഥിച്ചിട്ടും തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ തിരികെ നൽകാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി ഗ്രീഷ്മയുടെ മൊഴി. ഗ്രീഷ്മ 1-ാം പ്രതിയും അമ്മ സിന്ധു 2-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ 3-ാം പ്രതിയും. 2023 മാർച്ച് 6 കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ജനുവരി അവസാന വാരം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് പുറത്ത്. കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി ഗ്രീഷ്മ തന്നെ ചതിച്ചെന്നും താൻ മരിച്ചു പോകുമെന്നും ഷാരോൺ ആശുപത്രിയിൽ തീവ്ര പരിചരണത്തിലായിരുന്നപ്പോൾ കരഞ്ഞു പറഞ്ഞുവെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചാണ് ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി വിഷം നൽകിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. സൈന്യത്തിൽ ജോലിയുള്ള വ്യക്തിയുമായുള്ള വിവാഹം അടുത്തുവരുന്നതിനിടെയാണ് ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത്. 2023 ജൂൺ 2 1-ാം പ്രതി ഗ്രീഷ്മയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. 2024 ഫെബ്രുവരി 22 കേസിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗ്രീഷ്മ ഉൾപ്പെടെയുള്ള പ്രതികൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറിന് മുന്നിലാണ് തെളിവ് വിചാരണ നടന്നത്. 131 സാക്ഷികൾ വിചാരണാഘട്ടത്തിൽ കോടതി മുൻപാകെ എത്തി. 2025 ജനുവരി 17 6 മാസത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തി. ഗ്രീഷ്മയ്ക്കെതിരായ എല്ലാ കുറ്റങ്ങളും പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞു. 2-ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. 3-ാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. 2025 ജനുവരി 18 ശിക്ഷാവിധിക്ക് പകരം കോടതി അന്തിമവാദം കേട്ടു. ഷാരോൺ രാജ് വധക്കേസിൽ കൊല ചെയ്യപ്പെട്ടത് സ്നേഹമാണെന്നും നിഷ്കളങ്കനായ യുവാവിനെ സ്നേഹം നടിച്ച് പ്രലോഭിപ്പിച്ച് വീട്ടിൽ വിളിച്ചുവരുത്തി കാപ്പിക്ക് എന്ന കള്ളനാശിനി കലർന്ന കഷായം അമിതയളവിൽ നൽകി. മരണം ഉറപ്പുവരുത്താനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. ചെകുത്താന്റെ മനസ്സുള്ള ഒരാൾക്ക് ഇങ്ങനെയൊരു കൊലപാതകം ആസൂത്രണം ചെയ്യാനാകൂ. 2022 ഒക്ടോബർ 14 വിഷം കലർത്തിയ കഷായം കുടിച്ചതിന് പിന്നാലെ 11 ദിവസം
ഷാരോൺ അനുഭവിച്ച മരണവേദന സമാനതകളില്ലാത്തതാണ്. ചുണ്ടുമുതൽ അടിവയർ വരെ ആന്തരിക അവയവങ്ങൾക്ക് പൊള്ളലേറ്റ് രക്തസ്രാവത്തെ തുടർന്നാണ് യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ കൊടും ക്രൂരകൃത്യത്തിന് വധശിക്ഷ നൽകാൻ കോടതി തയ്യാറാകണമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. അതേസമയം പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് ഷാരോൺ രാജു ഒരിക്കലും ഒഴിഞ്ഞു പോകില്ലെന്ന സ്ഥിതി വന്നതോടെയാണ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഒന്നുമില്ലാത്ത ഗ്രീഷ്മ ഇത്തരമൊരു കുറ്റകൃത്യത്തിന് മുതിർന്നതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഒരു വർഷം നീണ്ട ഗാഢമായ പ്രണയം. ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന വന്നതോടെ ഷാരോൺ ഒഴിഞ്ഞുപോകില്ലെന്ന് കണ്ടതോടെ എന്നേക്കുമായി അവസാനിപ്പിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. മലയാളികൾ ഏറെ ചർച്ച ചെയ്ത അരും കൊലയിൽ എന്ത് ശിക്ഷയാകും പ്രതി ഗ്രീഷ്മയ്ക്ക് ലഭിക്കുക? കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജ്യത്തെ നടുക്കിയ മറ്റൊരു വലിയ കേസിന്റെ വിധി പ്രഖ്യാപനം കൂടി ഇന്നുണ്ട്. അത് ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിലാണ് പ്രതിയുടെ ശിക്ഷാവിധി ഇന്ന് വരുന്നത്. പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതി വിധിച്ചിരുന്നു. സിയാൽദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ ഇന്ന് വിധി പറയുക. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ER രാകേഷ് ചേരുന്നു. രാകേഷ്, ഗുഡ് മോർണിംഗ്. കേരളം ഉറ്റുനോക്കുന്നത് പ്രധാനമായും ഇന്ന് ഷാരോൺ വധക്കേസിൽ എന്ത് വിധി ഉണ്ടാവും എന്നറിയാനാണെങ്കിൽ രാജ്യം മുഴുവൻ ആകാംക്ഷയോടെ നോക്കുന്നുണ്ട്. ഒരു ജോലി സ്ഥലത്ത് ഒരു യുവ ഡോക്ടർ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുന്നു. അതായത് തൊഴിലിടത്തിലെ സുരക്ഷ, സ്ത്രീകളുടെ ജീവിതത്തിനുള്ള സുരക്ഷ, അങ്ങനെ പല കാര്യങ്ങളിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം പ്രതിക്കൂട്ടിലായ ഒരു കേസിലാണ് ഇന്ന് സുപ്രധാനമായ വിധി വരുന്നത്. ഡോക്ടർ സമൂഹം ഉറ്റുനോക്കുന്നുണ്ട്. എന്താണ് കഴിഞ്ഞ ദിവസത്തെ ഈ കുറ്റക്കാരനാണെന്ന് സഞ്ജയ് റോയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ശേഷമുള്ള രാജ്യത്തിന്റെ ഒരു വികാരം എന്താണ്? ശ്രീജ, രാജ്യത്തെ നടുക്കിയ ആർജിക്കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലപാതകത്തിലാണ് ഇന്ന് ഏതായാലും സിയാൽദ കോടതി ശിക്ഷ വിധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതായത് കൊലപാതകം ഒപ്പം തന്നെ അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞു എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, കോടതി ഈ കേസ് വിധി പറയുന്നതിലൂടെ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ചുരുങ്ങിയത് 25 വർഷമോ അല്ലെങ്കിൽ വധശിക്ഷയോ പ്രതിക്ക് ലഭിച്ചേക്കാം എന്ന പരാമർശം കൂടി വിധി പറയുന്നതിലൂടെ ജഡ്ജി അനിർബാൻ ദാസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 64, സെക്ഷൻ 66 ഒപ്പം തന്നെ 103(1) ഈ വകുപ്പുകൾ പ്രകാരമാണ് പ്രതി കുറ്റക്കാരനാണ് എന്നിപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത് പ്രകാരം ചുരുങ്ങിയത് 25 വർഷം അല്ലെങ്കിൽ വധശിക്ഷ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 12:30 കൂടിയാണ് സിയാൽദ കോടതി ഏതായാലും ഈ കേസിൽ വിധി പറയുക. CBI ഏതായാലും ശാസ്ത്രീയ തെളിവുകളാണ് ഈ വാദത്തിനിടെ നിരത്തിയത്. ആ വാദങ്ങൾ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് DNA പരിശോധനാ ഫലം, ഒപ്പം തന്നെ അവിടെ നിന്ന് കണ്ടെടുത്തിരിക്കുന്ന ചില തെളിവുകൾ, പ്രത്യേകിച്ച് ഈ പ്രതിയുടെ മുടി, ഒപ്പം തന്നെ ഫോണിൻ്റെ ഹെഡ്സെറ്റ് തുടങ്ങിയ ചില വസ്തുക്കൾ അവിടെ നിന്ന് കണ്ടെത്തിയെന്നാണ് അന്ന് CBI പ്രധാനമായി ഈ വാദത്തിനിടെ ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതെല്ലാം തന്നെ കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം താൻ കുറ്റക്കാരനല്ല, തന്നെ പ്രതി ചേർക്കുകയായിരുന്നു എന്നാണ് സഞ്ജയ് റോയ് കോടതി മുമ്പാകെ ആവർത്തിച്ചത്. അപ്പോൾ കോടതി പറഞ്ഞൊരു കാര്യം, ഇന്ന് ഏതായാലും പ്രതിക്ക് പറയാനുള്ള ഭാഗം കേൾക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് സഞ്ജയ് റോയുടെ വാദം കേട്ട ശേഷമായിരിക്കും ശിക്ഷ പ്രഖ്യാപിക്കുക. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ 12:30 എന്നുള്ളത് നീണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും രാജ്യത്തെ തന്നെ നടുക്കിയ, രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയ ഒരു കേസിലെ പ്രതിയുടെ ശിക്ഷയാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ പശ്ചിമ ബംഗാളിൽ രാജ്യത്തുടനീളം വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. കാരണം ബംഗാളിൽ CPM-ന്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് അവിടെ മമതാ ബാനർജി അധികാരത്തിൽ വരുന്നത് 2011-ലാണ്. പക്ഷേ അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വലിയ വിജയം മമത നേടി. ഏറ്റവും ഒടുവിലായി നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമീപകാല ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ, തൃണമൂലിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി അവർ അധികാരത്തിൽ വന്നു. പക്ഷെ അപ്പോൾ പോലും ആ സർക്കാരിനെ കഴിഞ്ഞൊരു 14 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയത് ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ
ബലാത്സംഗ കൊലപാതകത്തിന് ശേഷം സംസ്ഥാനത്തുടനീളമുണ്ടായ പ്രതിഷേധം തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്ക് തന്നെ സമരപ്പന്തലിലെത്തിക്കൊണ്ട് ഈ ഡോക്ടർമാരുമായി ചർച്ച നടത്തേണ്ടി വന്നു. അത്തരമൊരു സാഹചര്യം പോലും ഉണ്ടായി. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ ദിവസം വിധി വന്ന സമയത്ത് തന്നെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് തെളിയുന്നതാണ് വിധി എന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രതികരിച്ചത്. കാരണം രാഷ്ട്രീയമായി എതിരാളികൾ ഈ വിഷയത്തെ ഏറ്റെടുത്തു, കൈകാര്യം ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളാണ് തൃണമൂൽ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ശ്രീജ. ശരി, ER രാഗേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രാജ്യം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കേസ് തന്നെയാണിത്, സംശയമില്ല. അത്യപൂർവമായി ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു മുഖ്യമന്ത്രി ഒരു പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ അന്വേഷണം കൃത്യമായി നടത്തണം എന്നാവശ്യപ്പെടുന്ന ഒരു കാഴ്ചയൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ അന്വേഷണം ശരിയായ ദിശയിലാണ് നടന്നിട്ടുള്ളത് എന്ന് തൃണമൂൽ നേതാക്കളൊക്കെ പറയുന്നുണ്ടെങ്കിലും കോടതി ഈ കേസിൽ എന്ത് തരത്തിലുള്ള വിധിയാണ് പുറപ്പെടുവിക്കുന്നത് എന്ന് ഇന്നത്തെ ദിവസം കാത്തിരുന്ന് കാണാം. ഇനി നമ്മൾ കേരളം ഉറ്റുനോക്കുന്ന വാർത്ത കണ്ടു, രാജ്യം ഉറ്റുനോക്കുന്ന വാർത്ത കണ്ടു. ഇനി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് അമേരിക്കയിലേക്കാണ്. ട്രംപ് വീണ്ടും അധികാരത്തിൽ. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചുമതലയേൽക്കുകയാണ്. ഇന്ത്യൻ സമയം രാത്രി 10:30 ക്യാപിറ്റോൾ മന്ദിരത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ചടങ്ങിൽ പങ്കെടുക്കും. ഇന്നലെ നടന്ന അത്താഴ വിരുന്നിൽ പങ്കെടുത്ത റിലയൻസ് മേധാവി മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലും പങ്കെടുക്കും. Congratulations, Mr. President. പറഞ്ഞ വാക്കു പാലിച്ച് ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് അധികാരമേൽക്കുന്നത്. അധികാരമേൽക്കും മുമ്പ് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ സാധ്യമാക്കി. ഇടവേളയ്ക്ക് ശേഷം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മടങ്ങാനായ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. ഇതിനു മുന്നോടിയായി സ്ഥാനമേൽക്കും മുമ്പേ വമ്പൻ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഇലോൺ മസ്ക് മുതൽ ഇന്ത്യൻ വംശജൻ ശ്രീറാം കൃഷ്ണൻ വരെ ടീമിൽ. അമേരിക്കയിൽ അതിശൈത്യം കണക്കിലെടുത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുറന്ന വേദിയിൽ നിന്നും ക്യാപിറ്റോൾ മന്ദിരത്തിന് ഉള്ളിലേക്ക് മാറ്റി. 1985 റൊണാൾഡ് റീഗന്റെ സ്ഥാനാരോഹണത്തിനു ശേഷം ആദ്യമായാണ് ചടങ്ങുകൾ ഹാളിനുള്ളിലേക്ക് മാറ്റുന്നത്. കഴിഞ്ഞ തവണ ജോ ബൈഡനോട് പരാജയപ്പെട്ട ട്രംപ് ബൈഡന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നിരുന്നു. എന്നാൽ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ബൈഡൻ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. വൈസ് പ്രസിഡന്റ് JD വാൻസും ട്രംപിനൊപ്പം ഇന്ന് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അടുത്ത 4 വർഷത്തേക്കുള്ള ഭരണ പദ്ധതി ട്രംപ് വിശദീകരിക്കും. വാഷിംഗ്ടൺ നാഷണൽ കത്തീഡ്രലിലെ പ്രാർത്ഥനയോടെയാവും ചടങ്ങുകൾ സമാപിക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കിരൺ ബാബു ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. കിരൺ, വീണ്ടും ട്രംപ് അധികാരത്തിലേറുകയാണ്. ഒരുപക്ഷെ ട്രംപിന്റെ ഭരണകാലത്തെ പല നയങ്ങളെയൊക്കെ ലോകം വളരെ തമാശയോടെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്കൻ ജനത ബൈഡന് ശേഷം വീണ്ടും തെരഞ്ഞെടുക്കുന്നത് ട്രംപിനെ തന്നെയാണ്. ആ അധികാരത്തിൽ വരുമ്പോൾ തന്നെ ട്രംപ് കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇസ്രയേൽ വെടിനിർത്തലിന് സമ്മതിച്ചത് താൻ അധികാരത്തിൽ വരുന്നതുകൊണ്ടാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ടാണ് റാലിയിൽ പങ്കെടുക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട 100 ഉത്തരവുകൾ ആദ്യ ദിവസം തന്നെ ഒപ്പിട്ടേക്കുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ട്രംപിന്റെ 2ാം വരവിന് അമേരിക്കയെ പ്രൗഡാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. ആ 2ാം വരവിൽ അദ്ദേഹം എന്തൊക്കെയാ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്?
ശ്രീജ, പലപ്പോഴും ട്രംപ് ആദ്യ തവണ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും പിന്നീട് മത്സരിക്കുമ്പോഴും എല്ലാം അദ്ദേഹം പറയുന്ന പല വാക്കുകളും ലോകം അത്ഭുതത്തോടെയോ നേരത്തെ ശ്രീജ പറഞ്ഞതോടെ അല്പം കൗതുകത്തോടെയൊക്കെയാണ് അല്ലെങ്കിൽ പരിഹാസത്തോടു കൂടിയൊക്കെയാണ് കേട്ടിരുന്നത്. പക്ഷേ പല കാര്യങ്ങളിലും അങ്ങനെയല്ല. വീണ്ടും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. വീണ്ടും ഒരിക്കൽ കൂടി അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഒരു തവണ പ്രസിഡന്റ് ആയ ശേഷം പിന്നീട് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രസിഡന്റ് ആവാൻ കഴിഞ്ഞ ആദ്യത്തെ ആൾ കൂടിയാണ് ട്രംപ്. ഇപ്പോൾ ഇന്ന് അധികാരമേൽക്കുമ്പോൾ താൻ അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്നതിന് മുമ്പ് ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന്, വെടിനിർത്തൽ കൊണ്ടുവരും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അത് അവസാന നിമിഷം വരെയും ഇസ്രായേൽ പലതരത്തിലുള്ള ചെറുത്തുനിൽപ്പുകളൊക്കെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്ന രീതിയിൽ അവിടുത്തെ തീവ്ര വലതുപക്ഷ പാർട്ടികളടക്കം പിന്തുണ പിൻവലിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. ബെൻഗുറിന്റെ അവിടുത്തെ രാജ്യരക്ഷാ മന്ത്രി ബെൻഗുറിന്റെ പാർട്ടിയടക്കം പിന്തുണ പിൻവലിച്ചു. പക്ഷേ ഇതെല്ലാം ഉണ്ടായെങ്കിലും ട്രംപ് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുകയും അതോടൊപ്പം തന്നെ ട്രംപിന്റെ പ്രതിനിധിയെ തന്നെ നേരിട്ട് ഈ ചർച്ചയിലേക്ക് അയക്കുകയും, ബൈഡന്റെ പ്രതിനിധിയാണ് യഥാർത്ഥത്തിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് പ്രതിനിധി കൂടിയാണ്, നിലവിലുള്ള അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ പ്രതിനിധിക്കൊപ്പം ട്രംപിന്റെ പ്രതിനിധിയെ കൂടി ഈ ചർച്ചയ്ക്ക് അയക്കുകയും വളരെ കൃത്യമായി തന്നെ ഇന്ന് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെങ്കിൽ ഇന്നലെ തന്നെ ഒരു ദിവസം മുമ്പ് തന്നെ ഗസയിലെ യുദ്ധം, അതും 15 മാസത്തോളം നീണ്ട യുദ്ധമാണ് എന്ന് നോക്കണം. ഇസ്രായേലിനെ പോലെ അമേരിക്കയുമായി ഏറ്റവും കൂടുതൽ അടുത്ത ഗാഠബന്ധമുള്ള ഒരു രാജ്യത്ത് ആഭ്യന്തരമായി വലിയ എതിർപ്പുകൾ ഉണ്ടെങ്കിലും അതിനെല്ലാം മറികടന്നുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് തന്റെ വാക്ക് പാലിച്ചുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു ലോകത്തിന് മുന്നിൽ പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന വലിയ അഭിമാനത്തോടു കൂടി തന്നെയാണ് ട്രംപ് ഇന്ന് അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി അധികാരമേൽക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രംപ് അധികാരത്തിലേൽക്കുമ്പോൾ മറ്റ് പല പ്രസിഡന്റുമാരുടെയും നയങ്ങളെയൊക്കെ സംബന്ധിച്ച് സ്വാഭാവികമായും അത് എങ്ങനെയാണ് എന്ന് മുൻകൂട്ടി തിരിച്ചറിയാനുള്ള കഴിവൊക്കെ, അല്ലെങ്കിൽ മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിയും. അവരുടെ രീതികളും അവർ സ്വീകരിച്ച നിലപാടുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് പലപ്പോഴും അങ്ങനെയല്ല. അദ്ദേഹം അപ്രതീക്ഷിതമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പ്രത്യേകിച്ച് തൊട്ടടുത്ത രാജ്യമായ കാനഡയൊക്കെ അമേരിക്കയോടൊപ്പം ചേരൂ, നിങ്ങളെ അമേരിക്കയുടെ മറ്റൊരു സംസ്ഥാനമാക്കി മാറ്റാം എന്നടക്കമുള്ള പ്രസ്താവനകൾ വരുന്നു. ഇനി കാനഡയിൽ നിന്ന് കൂടുതൽ നികുതി നിർദ്ദേശങ്ങൾ വരാൻ പോകുന്നു എന്ന ആശങ്ക ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. അപ്പോൾ കാനഡയിലെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ തരത്തിലേക്കുള്ള അമേരിക്കയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്, അമേരിക്കയുമായി വളരെ അടുത്ത ബന്ധമുള്ള രാജ്യമാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്ക് ലോകത്താകമാനം വലിയ വെല്ലുവിളി ഉയർത്തുന്ന ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടാവും എന്ന് വരുന്നു. അതോടൊപ്പം തന്നെ ഇലോൺ മസ്കിനെ പോലെയുള്ള ലോകത്ത് തന്നെ ഭ്രാന്തൻ ആശയങ്ങൾ അവതരിപ്പിക്കുകയും അത് നടപ്പാക്കി ലോകത്തെ ഞെട്ടിക്കുകയും ഒക്കെ ചെയ്ത ടെക് ലോകത്തെ അല്ലെങ്കിൽ ബഹിരാകാശ രംഗത്തുമൊക്കെ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഇലോൺ മസ്കിനെ പോലൊരാളെ സ്വന്തം ടീമിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അന്താരാഷ്ട്ര രംഗത്തേക്ക് ഏതൊക്കെ തരത്തിലുള്ള കുതിച്ചാട്ടമാണ് വരുത്താൻ പോകുന്നതെന്ന് അത്തരമൊരു ആകാംക്ഷ മറുഭാഗത്ത് നിൽക്കുന്നു. എന്തായാലും ലോകത്തിനാകമാനം ട്രംപ് അമേരിക്കയിൽ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഏതെല്ലാം തരത്തിലേക്ക് അമേരിക്കയെ മാറ്റിയെടുക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് വരുന്ന കുടിയേറ്റക്കാരെ സംബന്ധിച്ച വ്യവസ്ഥ, ഇനി സാധാരണക്കാരായ അമേരിക്കയിലെത്തിയ കുടിയേറ്റക്കാർക്ക് അവരെ ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് പൗരത്വം നൽകുന്നതിലടക്കം കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. അമേരിക്കയ്ക്ക് ആവശ്യമുള്ള സാങ്കേതിക വിദഗ്ധരെ മാത്രം അമേരിക്കയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു നയത്തിലേക്ക് എത്തുന്നു. പഴയ പ്രതാപത്തിലേക്ക് അമേരിക്കയെ മടക്കി കൊണ്ടുപോകാം എന്നുള്ള ഒരു നയം സ്വീകരിക്കുന്നു. അമേരിക്ക പൊതുവെ പല ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ള വിശാലമായ നയങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് അമേരിക്കൻ ദേശീയത അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാർ അമേരിക്കയുടെ മാത്രം വികസനം, അത്തരമൊരു നയത്തിലേക്കാണ് ട്രംപ് പൊതുവെ മറ്റു രാജ്യങ്ങളുടെ വിഷയത്തിൽ സാമ്പത്തികമായ സഹായം നൽകുന്നതിനും ഇടപെടുന്നതിനും ഒക്കെയുള്ള നയത്തിന് എതിരായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകം എന്തായാലും വീണ്ടും ആകാംക്ഷയോടുകൂടി തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ജാഗ്രതയോടുകൂടിയും ആകാംക്ഷയോടുകൂടിയും കാത്തിരിക്കുകയാണ് ട്രംപ് ഇന്ന് അധികാരത്തിലേറുന്നതോടുകൂടി ഏതെല്ലാം തരത്തിലാണ് അമേരിക്കയുടെ നയങ്ങൾ മാറ്റം ഉണ്ടാകുന്നത് എന്നെല്ലാം. കിരൺ, 2020 ബൈഡനോട് തോറ്റ് പിന്മാറുന്നു, പാർലമെന്റ് ആക്രമണത്തിൽ വലിയ രീതിയിൽ നാണക്കേട് കേൾക്കേണ്ടി വന്നു, അത് കഴിഞ്ഞ് ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വന്നു. അങ്ങനെ ഒരു ട്രംപിനൊരു തിരിച്ചുവരവ് ലോകം പ്രതീക്ഷിച്ചതേ അല്ല. പക്ഷേ ബൈഡൻ ഭരണകൂടത്തിന്റെ പല തെറ്റായ നയങ്ങളും, ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് മകന്റെ പേരിലുള്ള കുറ്റങ്ങൾ ഒഴിവാക്കി കൊടുക്കുന്ന ബൈഡന്റെ നടപടിയടക്കം പലതും കണ്ടു. അതിനുശേഷം ട്രംപ് തിരിച്ചു വരുമ്പോൾ ട്രംപിന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇമേജ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ? എത്ര കണ്ട ആ ഇമേജ് ചേഞ്ച് ഉണ്ട്? കിരൺ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പറഞ്ഞ വാക്ക് പാലിച്ചു, അല്ലെങ്കിൽ അമേരിക്കക്കാരെ സംബന്ധിച്ച് അമേരിക്ക ഫസ്റ്റ് ഇത് മുന്നോട്ട് വെക്കുന്നു. അതൊക്കെ ഒരു രണ്ടാം വരവിൽ ട്രംപിന്റെ ഇമേജിന് കാര്യമായ വ്യത്യാസമുണ്ടോ? ശ്രീജ, ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെ ട്രംപിന്റെ ഇമേജിന് കാര്യമായ വ്യത്യാസം എന്ന് പറയാൻ കഴിയില്ല. ട്രംപ് അടിസ്ഥാനപരമായി ഒരു തീവ്ര വലതുപക്ഷ നിലപാടുകൾ എപ്പോഴും സ്വീകരിക്കുകയും ആ തരത്തിലേക്ക്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സങ്കുചിത ദേശീയത, അമേരിക്കൻ ദേശീയത, അത്തരം വികാരങ്ങൾ വളർത്തുകയും അതിനനുകൂലമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ്. സാധാരണ ഒരു പ്രസിഡന്റ് സംസാരിക്കുന്ന രീതിയിലല്ല അദ്ദേഹം ആ വിഷയങ്ങളെ സമീപിച്ചതും തീരുമാനങ്ങൾ എടുത്തതുമെല്ലാം. മറ്റ് പ്രസിഡന്റുമാർക്കെല്ലാം സ്വാഭാവികമായും അവരുടെ പാർട്ടി നയങ്ങളും അവരുടെ പാർട്ടികൾ
വിവിധ കാലങ്ങളായി സ്വീകരിച്ച നയങ്ങൾ, രീതികൾ ഇതിനെല്ലാം പിന്തുടർച്ചയായിരുന്നു അവർ നടപ്പാക്കിയെങ്കിൽ ട്രംപ് അങ്ങനെ ആയിരുന്നില്ല. ട്രംപിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിമർശനങ്ങൾ ഉയർന്നതും അതുകൊണ്ടാണ്. ഒരു രാഷ്ട്ര തന്ത്രജ്ഞൻ എന്ന നിലയ്ക്കുള്ള രീതിയിലുള്ള പക്വതയോടുകൂടിയുള്ള പ്രവർത്തനമല്ല എന്നൊക്കെ. പക്ഷേ ട്രംപിൻ്റെ നയങ്ങളോടും ട്രംപിൻ്റെ രീതികളോടുമാണ് അമേരിക്കൻ ജനത വീണ്ടും താല്പര്യം പ്രകടിപ്പിച്ചത്. ബൈഡൻ്റെ ഇടയ്ക്കൊരു ഭരണം ഉണ്ടായെങ്കിൽ പോലും ട്രംപിന് മടങ്ങി വരാൻ കഴിഞ്ഞു എന്നത് അത് ട്രംപിനെ സംബന്ധിച്ചും അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ അത് വലിയ നേട്ടമാണ്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട് ബൈഡൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം വിട്ടുനിന്ന ആൾ കൂടിയാണ് ട്രംപ്. സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ രീതി അനുസരിച്ച്, പ്രത്യേകിച്ച് ലോകത്തെ ഏറ്റവും പഴക്കമേറിയ ജനാധിപത്യ രാജ്യം കൂടിയാണ് അമേരിക്ക. അവിടെ ഒരു ഉന്നതമായ ജനാധിപത്യ മര്യാദയൊക്കെ പാലിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തെ ഒരു പ്രസിഡന്റ് നിയുക്ത പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പതിവില്ല. പക്ഷേ ട്രംപ് അങ്ങനെ ആയിരുന്നില്ല. ട്രംപ് അവിടെ നിന്ന് വിട്ടുനിൽക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ അനുയായികൾ ഇന്ന് ഇതേ ക്യാപിറ്റൽ സെന്ററിന്റെ ഹരീന ഹാളിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നതെങ്കിൽ അവിടെ കയറി ട്രംപിന്റെ അനുയായികൾ അമേരിക്കയുടെ തന്നെ ലോകത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിലേക്ക് അവിടെ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിന് പിന്നിൽ ട്രംപ് അതിനെ ന്യായീകരിച്ചു നിൽക്കുന്നു. അത്തരം പലതരത്തിലും മറ്റു പ്രസിഡന്റുമാരുടെ രീതികളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയൊക്കെ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളതാണ് ട്രംപ്. ഇപ്പോഴും ഏറെക്കുറെ ആ തരത്തിലേക്കൊക്കെയാണ് ട്രംപിന്റെ രീതികൾ. അപ്പോഴും ആ തരത്തിലേക്കാണ് പ്രതികരണങ്ങൾ വരുന്നത്. ഇപ്പോൾ തന്നെ പ്രസിഡന്റ് സ്ഥാനം ഇന്നാണ് ഏറ്റെടുക്കുന്നതെങ്കിലും അതിനു മുമ്പ് തന്നെ ട്രംപ് വരുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ മാറ്റങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നതിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രംപിന്റെ ടീം തന്നെ വളരെ വ്യത്യസ്തമായ ഒരു ടീമിനെയാണ്, ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ അല്ലെങ്കിൽ ആ തരത്തിലേക്കെല്ലാം നിർത്താൻ കഴിയുന്ന ഒരു ടീമിനെ തന്നെ ആണ് ട്രംപ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇലോൺ മസ്കിനെ പോലെ ഒരാളെ ട്രംപ് തൻ്റെ വലങ്കൈയായി നിർത്തുന്നു. ഇലോൺ മസ്കിനെ നമുക്ക് ട്രംപിൻ്റെ മറ്റൊരു രൂപം എന്നോ അല്ലെങ്കിൽ മറ്റൊരു രൂപം എന്ന് പറയാൻ കഴിയില്ല. ട്രംപിൻ്റെ ചില കാര്യങ്ങളുമായി സാമ്യമുള്ള ഒരാൾ കൂടിയാണ് ഇലോൺ മസ്ക്. ലോകത്തെ മറ്റ് പ്രധാനപ്പെട്ട വ്യവസായികൾക്കോ അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ അവതരിപ്പിക്കുന്ന മനുഷ്യരെക്കാൾ ഭ്രാന്തമായ ആശയങ്ങൾ അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും ആളുകൾ പ്രതീക്ഷിക്കാത്ത ആശയങ്ങളൊക്കെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും അതൊക്കെ നടപ്പാക്കി കാണിക്കുകയും ഒക്കെ ചെയ്ത് ലോകത്തെ ഞെട്ടിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് ഇലോൺ മസ്ക്. അങ്ങനെ ഒരാളെ തന്റെ ടീമിലേക്ക് കൊണ്ടുവന്ന് ലോകത്തിന് എന്തായാലും ഈ കോമ്പിനേഷൻ എന്തൊക്കെയായിരിക്കും സമ്മാനിക്കുക, ലോകത്തിന് മുന്നിൽ എന്തൊക്കെ കാഴ്ചകളാവും സമ്മാനിക്കുക എന്നത് കാത്തിരുന്ന് കാണാം. അപ്രവചനീയതയാണ് ട്രംപിന്റെ പ്രത്യേകത. അപ്രതീക്ഷിതമായി എന്തും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ മടിയില്ലാത്ത ഒരു നേതാവാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ട്രംപ് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ കൗതുകത്തോടെ കൂടി ലോകം ഉറ്റുനോക്കുകയാണ്. അവിടെ നിന്ന് എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇനി വരാൻ പോകുന്നതെന്ന്. ഉച്ചയ്ക്ക് 12 മണിക്ക് അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. ഇന്ത്യൻ സമയം അത് രാത്രി 10:30-ക്കാണ്. നമ്മൾ ഇനി മറ്റ് വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. ഏറ്റവും ആശ്വാസകരമായ വാർത്തയായിരുന്നു ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് ഈ ഔദ്യോഗികമായി കരാർ എന്തായാലും പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. കരാർ അനുസരിച്ച് 3 ഇസ്രായേലി ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചു. ബന്ദികളായിരുന്ന 3 സ്ത്രീകളെ റെഡ് ക്രോസ് വഴി ഇസ്രായേൽ സൈന്യം സ്വീകരിച്ചു. 90 പലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചു. കരാറിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ രാജിവെച്ചു. അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. താൻ തെരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടാണ് ഇസ്രായേൽ ഹമാസ് കരാർ പ്രാവർത്തികമായതെന്ന് ട്രംപ് പറഞ്ഞു. കൊല്ലപ്പെട്ടത് 1.5 ലക്ഷത്തോളം മനുഷ്യർ, 1.25 ലക്ഷത്തോളം പേർക്ക് പരിക്ക്. 15 മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം വെടിനിർത്തൽ കരാറിലൂടെ അവസാനമാകുന്നത് ഈ കൂട്ടക്കുരുതിക്കാണ്. കരാർ നിലവിൽ വരുന്നതിന് പിന്നാലെ ഭക്ഷണവും മരുന്നുമായി 200ഓളം ട്രക്കുകൾ ഗസയിലേക്ക് കടന്നു. ഞായറാഴ്ച ഉച്ച മുതൽ വെടിനിർത്തൽ കരാർ എന്നതായിരുന്നു ധാരണ. എന്നാൽ വിട്ടയക്കാനുള്ള ബന്ദികളുടെ പട്ടിക നൽകാൻ ഹമാസ് വൈകി. പട്ടിക നൽകാതെ വെടിനിർത്താനാവില്ലെന്ന് അറിയിച്ച ഇസ്രായേൽ ഗസയ്ക്കുമേൽ വീണ്ടും വ്യോമാക്രമണം നടത്തി. മധ്യസ്ഥ വഹിച്ച ഖത്തർ ഇടപെട്ട പട്ടിക കൈമാറിയതോടെയാണ് അനിശ്ചിതത്വം അവസാനിച്ചത്. 42 ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിനിടയിൽ 33 ഇസ്രായേലി ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. സ്ത്രീകളെയാണ് ആദ്യം വിട്ടയക്കുക. മോചിപ്പിക്കുന്ന 737 പലസ്തീൻ തടവുകാരുടെ പട്ടിക ഇസ്രായേലും കൈമാറി. ഇരുഭാഗത്തു നിന്നുമുള്ള മോചന നടപടികൾ ആദ്യ ദിവസം തന്നെ തുടങ്ങി. വെടിനിർത്തലിനെ തുടർന്ന് ഗസയിൽ ജനങ്ങൾ സന്തോഷ പ്രകടനം നടത്തി. കരാർ അനുസരിച്ച് ഗസയിലെ ജനവാസ മേഖലയിൽ നിന്നും ഇസ്രായേൽ സൈന്യം അതിർത്തിയിലെ ബഫർ സോണിലേക്ക് മാറും. ഗസയിൽ നിന്നും പലായനം ചെയ്തവർക്ക് മടങ്ങാൻ നിയന്ത്രണങ്ങളോടെ അവസരമൊരുക്കും. 16-ാം ദിവസം കരാർ വ്യവസ്ഥകൾ വിലയിരുത്തും. വെടിനിർത്തൽ കരാറിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ രാജിവെച്ചു. העסקה המתגבשת היא עסקה מופקרת. היא כוללת שחרור של מאות מחבלים רוצחים. היא כוללת החזרת מאות אלפי. ബെൻഗ്വിറിന്റെ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഒർച്ചമ യഹൂദീസ് പാർട്ടി ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു.
ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കിരൺ ബാബു വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഒരിക്കൽ കൂടി. കിരൺ, എത്രയോ കാലമായി നമ്മൾ ഗസയിൽ നിന്ന് നല്ല വാർത്തകളൊന്നും പറഞ്ഞിട്ടില്ല. 15 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വന്ന നല്ല വാർത്ത, ഏറ്റവും ആദ്യം വരുന്ന നല്ല വാർത്ത അവിടെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നു എന്നതാണെങ്കിൽ, ഇന്ന് രാവിലെ നമ്മൾ സംസാരിക്കുന്നത് ആ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള സമാധാന അന്തരീക്ഷത്തെക്കുറിച്ചാണ്. അതിനുശേഷം ഒരുപാട് അലയൊലികൾ ഉണ്ടാവുന്നുണ്ട്, അവിടെ രാജികൾ വരുന്നുണ്ട്, പിന്തുണ പിൻവലിക്കുന്നുണ്ട്. അതിനിടയിൽ ട്രംപിന്റെ പ്രഖ്യാപനം കൂടി വരുന്നുണ്ട്. ഇനി സമാധാനത്തിന്റെ നാളുകളാകുമെന്ന് ഉറപ്പിക്കാമോ? ഈ കരാറുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ, ഈ ബന്ദികളെ കൈമാറുന്നതൊക്കെ സുഗമമായി തന്നെ നടക്കുന്നുണ്ടോ? ശ്രീജ, 15 മാസത്തോളം നീണ്ട മനുഷ്യ കുരുതിക്കാണ് എന്തായാലും അവസാനമായിരിക്കുന്നത്. ഇത് ശാശ്വതമായി നിൽക്കും എന്നുള്ള പ്രതീക്ഷ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയല്ല, ഏത് നിമിഷവും ഈ കരാറിൽ നിന്ന് പിൻവാങ്ങാമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇതിനിടയിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന് വലിയ ഭീഷണി ആഭ്യന്തരമായി ഉയർന്നിരിക്കുകയാണ്. 3 മന്ത്രിമാരാണ് രാജിവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയ്ക്ക് 61 അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ് വേണ്ടത്. പക്ഷേ 62 പേർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ 68 പേരായിരുന്നു. 6 അംഗങ്ങളാണ് ഇപ്പോൾ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത്. ഇനിയും കൂടുതൽ ആളുകൾ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കും എന്നുള്ള ഭീഷണി ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷേ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കടുത്ത സമ്മർദ്ദമാണ്. ഈ പ്രധാനപ്പെട്ട പാർട്ടികളുമായിട്ടെല്ലാം തന്നെ, തീവ്ര വലതുപക്ഷ പാർട്ടികളുമായും അതോടൊപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുമായും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ട്രംപ് ഇതൊരു അഭിമാന വിഷയമായി തന്നെയാണ് എടുത്തത്. അദ്ദേഹത്തിന് ചുമതലയേൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടായിരിക്കണം എന്നുള്ള നിലപാട്. അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിന്റെ ആഴം വെളിവാകുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് തൽക്കാലം എന്തായാലും പിൻവാങ്ങാൻ ഇസ്രായേലിന് കഴിയില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇന്നലെയാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. ആദ്യം വെടിനിർത്തൽ കരാർ നിലവിൽ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്തേക്കാൾ 3 മണിക്കൂർ വൈകിയാണ് നിലവിൽ വന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം 33 അംഗ പട്ടിക ഹമാസ് വിട്ടയക്കുന്നു. 33 അംഗ ഇസ്രായേലി പൗരന്മാരുടെ, ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലി പൗരന്മാരുടെ പട്ടിക നൽകും എന്ന് പറഞ്ഞിരുന്നു. നൽകും എന്ന് പറഞ്ഞ സമയത്ത് കൃത്യമായി പട്ടിക നൽകാൻ ഹമാസ് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നൽകിയില്ല. ഈ സമയത്ത് തന്നെ വെടിനിർത്തൽ കരാറിന് പിൻവാങ്ങുന്നു എന്നുള്ള സൂചന നൽകിക്കൊണ്ട് ഇസ്രായേൽ ഗസയ്ക്ക് മേൽ വ്യോമാക്രമണം നടത്തി. 19 പേരാണ് ആ 3 മണിക്കൂറിനിടയിൽ തന്നെ കൊല്ലപ്പെട്ടത്. എന്നാൽ മധ്യസ്ഥ ശ്രമത്തിൽ നിന്ന് ഖത്തർ ഈ സമയം തന്നെ ഇടപെടുകയും ഈ പട്ടിക വളരെ വേഗം തന്നെ കൈമാറുകയും ചെയ്യുന്നു. ഇതോടുകൂടിയാണ് ഔദ്യോഗികമായി തന്നെ ഇത്തരം ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ള ഒരു അറിയിപ്പ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ശേഷം റെഡ് ക്രോസ് വഴിയാണ് 3 ബന്ദികളെയും 3 വനിതകളെയാണ് ഇന്നലെ മോചിപ്പിച്ചത്. 3 ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കുന്നു. 30 പേരെ 30 പലസ്തീൻ പൗരന്മാർ ഇസ്രായേലിന്റെ തടവിലുണ്ടായിരുന്നു. 30 പലസ്തീൻ പൗരന്മാരെയും ഇന്നലെ തന്നെ മോചിപ്പിച്ചു. ഇത് ആദ്യഘട്ടമാണ്. ഇനി 5ാം ദിവസമാണ് ബാക്കി 5 ബന്ദികളെ കൂടി മോചിപ്പിക്കുന്നത്. എല്ലാ ബന്ദികളെയും 42 ദിവസം നീളുന്ന ഒരു പ്രോസസ്സാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിൽ വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് പരസ്പരം ബന്ദികളെയും അതിന് പകരം തടവുകാരെയും മോചിപ്പിക്കുന്നത്. ഒരു വനിതാ ബന്ദിക്ക് പകരമായി 50 തടവുകാർ എന്ന കണക്കിലാണ് ഹമാസും ഇപ്പോൾ ഇസ്രായേലും തമ്മിൽ കരാറുണ്ടാക്കിയിരിക്കുന്നത്. 16 ദിവസം കഴിഞ്ഞാൽ ഈ കരാറിലെ വ്യവസ്ഥകൾ എങ്ങനെയെല്ലാം പാലിക്കപ്പെട്ടു എന്ന് സംബന്ധിച്ച പ്രാഥമികമായ വിലയിരുത്തലുണ്ടാവും. അതോടൊപ്പം തന്നെ ഗസയിലാണ് ഏറ്റവും വലിയ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടക്കുകയാണ്. റഫേൽ നിന്നൊക്കെ വിട്ടുപോയ, പലായനം ചെയ്തപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ കാളവണ്ടിയിലും കാറുകളിലുമൊക്കെ ഇപ്പോൾ തിരികെ രാജ്യത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും അവരുടെ ജീവൻ നഷ്ടപ്പെടാം എന്നുള്ളൊരവസ്ഥയിൽ നാട് വിട്ടു പോയവരാണ്. കയ്യിൽ കിട്ടിയതുമെല്ലാം എടുത്തുകൊണ്ട് എങ്ങനെയും ജീവൻ രക്ഷിക്കുക എന്നുള്ള പ്രാഥമികമായ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് നാട് വിട്ടു പോയവരാണ്. പലരുടെയും വീടടക്കം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായി. ഉപഗ്രഹ ചിത്രങ്ങളും ആകാശ ദൃശ്യങ്ങളും ഒക്കെ നമ്മളടക്കം കണ്ടു. ഗസയിലെ മഹാഭൂരിപക്ഷം കെട്ടിടങ്ങളും, സ്കൂൾ കെട്ടിടങ്ങളായാലും വീടുകളായാലും സ്കൂളായാലും ആശുപത്രി ആയാലും മറ്റ് എല്ലാ ഓഫീസ് സൗകര്യങ്ങളും, ഇതെല്ലാം ഏറെക്കുറെ 70-80% പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ആ രാജ്യത്ത് അത്രത്തോളം പുനർനിർമ്മിക്കണമെങ്കിൽ തന്നെ ഇനിയും എത്രയോ വർഷം വേണ്ടി വരുന്ന അവസ്ഥയാണ്. അതിലൊക്കെ വലിയ ആശ്വാസം എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ച് തങ്ങൾ ജനിച്ച വളർന്ന നാട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഗസയിലെ തെരുവുകളിലും റഫേലുമൊക്കെ വലിയ ആഹ്ലാദ നൃത്തമായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇസ്രായേലിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ അവിടെ നടത്തിയ ഹിതപരിശോധനയിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ വെടിനിർത്തൽ കരാറിനെ അനുകൂലിക്കുന്നു. എന്നാൽ തീവ്ര വലതുപക്ഷ നിലപാടുകാരായ ഒരു വിഭാഗം ജനങ്ങൾ, അതും അത്ര കുറവല്ല എന്നത് ഓർക്കണം, അവർ വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഹമാസിന്റെ എല്ലാ പ്രവർത്തകരെയും പൂർണ്ണമായും ഇല്ലാതാക്കി, ഹമാസിനെ തന്നെ ഇല്ലാതാക്കിയ ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ
അവസാനിപ്പിക്കാവൂ, അല്ലെങ്കിൽ ഗസയെ പൂർണ്ണമായും തുടച്ചു നീക്കിയ ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കാവൂ എന്ന നിലപാട് സ്വീകരിക്കുന്നവരും ഇസ്രായേലിലുണ്ട്. ഇസ്രായേൽ ഇത്തരം ആഭ്യന്തരമായ വെല്ലുവിളികൾ ഉയരുമ്പോഴും എന്തായാലും ലോകരാജ്യങ്ങളാകെ തന്നെ ഈ വിഷയത്തിൽ വെടിനിർത്തൽ കരാറിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള വിഷയത്തിൽ അതിശക്തമായ സമ്മർദ്ദം ഇസ്രായേലിന് മേൽ ചുമത്തുന്നുണ്ട്. മറുഭാഗത്ത് ഹമാസിനായാലും ഇനിയൊരു കടുത്ത യുദ്ധവുമായി ചെറുത്തുനിൽപ്പിൽ നിൽക്കാനുള്ള അവരുടെ ശേഷിയിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടു. പ്രധാനമായും അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനവും ആയുധം രാജ്യത്തേക്ക് എത്തുന്ന സംവിധാനങ്ങളുമായിരുന്നു. ഇത്തരം സംവിധാനങ്ങളൊക്കെയും മുറിക്കാൻ വളരെ കൃത്യമായി തന്നെ തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട സംഘടനകൾ അവർക്ക് ആയുധങ്ങൾ എത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളുമായിട്ടെല്ലാം അവരുടെ വഴി, അവരുടെ സോഴ്സ് എല്ലാം അടയ്ക്കാൻ പൂർണ്ണമായും ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹമാസും ഇനിയിപ്പോൾ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ആക്രമണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കുറവാണെന്നാണ് യുദ്ധരംഗത്തൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ ആ രംഗത്തെ നിരീക്ഷകരൊക്കെ പ്രധാനമായും വിലയിരുത്തുന്നത്. ഇസ്രായേലും ആ സ്ഥിതി തുടരാൻ തന്നെയാണ് സാധ്യതയെന്നും കണക്കാക്കുന്നു. കിരൺ ബാബുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഗാസയിൽ എന്തായാലും തൽക്കാലം ഇത് സമാധാനത്തിന്റെ പുലരികളാണ്. അവിടെ ശാന്തമായ ദിവസങ്ങളിലേക്ക് ഗാസ നീങ്ങുന്നു എന്നത് ആശ്വാസകരമായി തന്നെ വിലയിരുത്താം. ഇനി നമുക്ക് മറ്റ് വാർത്തകളിലേക്കൊക്കെ മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഗസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ. 3 ബന്ദികളെ മോചിപ്പിച്ച് ഹമാസ്. സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് വെടിനിർത്തൽ വൈകിയതെന്ന് ഹമാസ്. കരാർ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി രാജിവെച്ചു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും മുൻപ് ഗസയിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 8 പേർ. ഹമാസിനെ രൂക്ഷമായി വിമർശിച്ച് ബെഞ്ചമിൻ നെതന്യാഹു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്കിടെ വൻ തീപിടുത്തം. തീർത്ഥാടകർ താമസിക്കുന്ന ടെന്റിലാണ് തീപിടുത്തമുണ്ടായത്. പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീ പടർന്നതെന്ന് പ്രാഥമിക നിഗമനം. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രസംഗത്തിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും കേസ്. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായി പോരാടുകയാണെന്ന പരാമർശത്തിൽ എഫ്ഐആർ ഇട്ടു. അസമിലെ ഗുവാഹത്തിയിലെ പാൻ ബസാർ പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തിരിക്കുന്നത്. രാഷ്ട്രീയ കാര്യസമിതിയിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും വിമർശനം. ഇരു നേതാക്കളും തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കണമെന്ന് നേതാക്കൾ. പാർട്ടിയിൽ ഐക്യം വേണമെന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല. രാഷ്ട്രീയ കാര്യസമിതി മാറ്റിവച്ചതും സതീശൻ KPCC നേതൃയോഗത്തിൽ പങ്കെടുക്കാത്തതിലും വിമർശനം. മുഖ്യമന്ത്രി സ്ഥാന ചർച്ച ഇപ്പോൾ പാടില്ലെന്ന് മുതിർന്ന നേതാവ് PJ കുര്യൻ. PV അൻവറിന്റെ UDF പ്രവേശനത്തിൽ കൂട്ടായ തീരുമാനം വേണമെന്ന് ആവശ്യം. റൂവറി ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയെന്ന് VD സതീശൻ. അധികൃതരെ പറ്റിച്ചാണ് ഭൂമി വാങ്ങിയതെന്നും ആവശ്യത്തിന് വെള്ളമില്ലാത്ത പാലക്കാട് എവിടെ നിന്നാണ് ഈ കമ്പനിക്ക് വെള്ളം കൊടുക്കാൻ പോകുന്നതെന്നും VD സതീശൻ ചോദിച്ചു. കമ്പനിയുടെ ഫയൽ 3 മാസം രഹസ്യമായി വെച്ചു. ഷെയ്ഡി കമ്പനിക്ക് അനുമതി നൽകിയതിന് പിന്നിൽ അഴിമതിയാണെന്നും സതീശൻ. കലൂരിലെ നൃത്ത പരിപാടിക്കിടെ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് MLA സന്ദർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആശുപത്രിയിൽ നേരിട്ടെത്തി സുഖവിവരങ്ങൾ അന്വേഷിച്ചു. KSAയെ പ്രത്യക്ഷത്തിൽ തള്ളാതെ സഞ്ജു സാംസന്റെ പിതാവ് സാംസൺ വിശ്വനാഥൻ. സഞ്ജുവിനെതിരെയുള്ള നീക്കം ചില കൃമികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാനും എന്റെ മക്കളും KCAയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും സഞ്ജുവിനെ വളർത്തിയത് KCA ആണെന്നും സാംസൺ. തന്നെ തട്ടിക്കൊണ്ടുപോയ CPM പ്രവർത്തകർക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനടക്കം കേസെടുക്കണമെന്ന് വാർത്തകളിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നലെ കേട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു എറണാകുളത്ത് ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ഋതു ജയന്റെ വീട് നാട്ടുകാർ ആക്രമിച്ചു എന്നത്. ആ കേസിൽ ഇപ്പോൾ 2 പേർ കസ്റ്റഡിയിലാണ്. ഭരണിമുക്ക് സ്വദേശികളായ ഗോവിന്ദ്, ജിബിൻ എന്നിവരാണ് പിടിയിലായത്. ഋതുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് പറവൂർ കോടതിയിൽ അപേക്ഷ നൽകുന്നുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, 2 പേർ പിടിയിലായി എന്ന വിവരങ്ങൾ വരുന്നു. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഈ പിടികൂടിയവരുടെ പശ്ചാത്തലം എന്താണ്? പോലീസ് ഈ കേസിൽ എടുക്കുന്ന അടുത്ത സ്റ്റെപ്പ് എന്താണ്?
ശ്രീജ, ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ആദ്യം കിട്ടുന്ന വിവരം അനുസരിച്ച് നാട്ടുകാരാണ് ഈ വീട്ടിലെ അതിക്രമം നടത്തി അല്ലെങ്കിൽ വീട് തല്ലി തകർക്കാൻ ശ്രമിച്ചതെന്നായിരുന്നു. പക്ഷെ പിന്നീട് പോലീസുമായി ബന്ധപ്പെടുമ്പോഴാണ് നാട്ടുകാരല്ല, ഇത് ഋതുവിന്റെയും ഇപ്പോൾ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ജിതിന്റെയും സുഹൃത്തുക്കളാണ് ഈ വീട് തല്ലി തകർത്തത്. നമുക്ക് കാണാം വീട്ടിന്റെ ഫ്രണ്ടിലെ ഈ വരാന്തയിലെ ടൈലൊക്കെ നല്ല രീതിയിൽ അടിച്ച് തകർത്തിട്ടുണ്ട്. അത് ഇരുമ്പ് കമ്പി ഉപയോഗിച്ചാണ് അടിച്ചു തകർത്തത്. ഒപ്പം വീടിന്റെ ചില്ലകൾ, ജനൽ ചില്ലയൊക്കെ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട്. വീട്ടിൽ കിടന്ന കസേര, അങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ ആളുണ്ടായിരുന്നില്ല. ഇവർ ആ സംഭവം നടന്ന അന്ന് തന്നെ ഋതുവിന്റെ മാതാപിതാക്കളെ ബന്ധുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ വീട്ടിൽ ആളില്ലാത്ത സമയത്തായിരുന്നു സുഹൃത്തുക്കളെത്തി ഇവിടെ വീടിന്റെ ജനൽ ചില്ലകളടക്കം അടിച്ചു തകർത്തിരിക്കുന്നത്. ഇവർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചുവെങ്കിൽ ആ സമയത്ത് തന്നെ നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ച് പോലീസ് എത്തി രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമായിരുന്നു. ഇതിൽ അറസ്റ്റിലായ ഒരാൾ ഋതുവിന്റെ സുഹൃത്തും മറ്റൊരാൾ ജിതിന്റെ സുഹൃത്തുമാണ്. നമുക്ക് ഊഹിക്കാം ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണം തന്നെയായിരിക്കും. ഇപ്പോൾ നമുക്ക് കാണാം ഈ ജനൽ ചില്ലകളൊക്കെ അടിച്ച് തകർത്തിരിക്കുന്ന നിലയിലാണ്. വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് പോലീസ് ഇടപെട്ട് തന്നെ ഇരുവരെയും പിടികൂടുകയായിരുന്നു. നാട്ടുകാർക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. പക്ഷെ ഇത് വീടടിച്ച് തകർക്കുക എന്നൊക്കെ പിന്നീട് പോലീസ് കേസ് ആയതുകൊണ്ടൊക്കെ നാട്ടുകാർ ഒരുവിധം അവരുടെ ഒരു വിഷമം അടക്കി പിടിച്ച് നിൽക്കുകയാണ്. അതിനിടയിലാണ് സുഹൃത്തുക്കൾ വന്ന് വീട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നായിരിക്കും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകുക. ഇന്ന് പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും അപേക്ഷ നൽകുക. പക്ഷെ അപ്പോഴും തെളിവെടുപ്പ് എന്നുള്ളൊരു കാര്യം, അത് ഋതുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിൽ ചില സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. കാരണം നാട്ടുകാരൊക്കെ ഇടപെടാനുള്ളൊരു സാഹചര്യമുണ്ട്. ഋതുവിനെതിരെ ആക്രമണം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നമ്മൾ കോടതിയിൽ അന്ന് റിമാൻഡിലാകുന്നതിന് മുൻപ് കോടതിയിൽ ഹാജരാക്കുന്ന സമയത്തുമൊക്കെ ഋതുവിന് നേരെ വലിയ രീതിയിലൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അതിവിടെയും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പൊക്കെ വളരെ രഹസ്യമായി നടത്താനാണ് സാധ്യത. ഇതാണ് ഋതുവിന്റെ വീട്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് മരിച്ച വേണു, ഉഷ, ഒപ്പം ആശുപത്രിയിൽ കഴിയുന്ന ജിതിന്റെ ഭാര്യയും ഒക്കെ താമസിച്ച വീട് ഇവിടെയാണ്. ഇവിടെയും അടഞ്ഞു കിടക്കുകയാണ്. വളരെ വൈകാരികമായി തന്നെയാണ് ഇപ്പോഴും നാട്ടുകാർ പലരും അതിന്റെ ഒരു ആഘാതത്തിൽ നിന്ന്, അന്ന് നടന്ന സംഭവത്തിന്റെ ആഘാതത്തിൽ നിന്നും ഇപ്പോഴും മുക്തരായിട്ടില്ല. അടുത്തുള്ള പല വീട്ടുകളിൽ നിന്നുള്ള ആളുകളൊക്കെ വീട് പൂട്ടി ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയി. പലരും പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കാരണം അത്രമാത്രം ദാരുണമായൊരു സംഭവമാണ്. ഒരു വീട്ടിൽ കയറി 3 പേരെ അടിച്ചു കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പോലും നാട്ടുകാർക്കൊന്നും അത് വളരെ ഒരു ആഘാതത്തിൽ നിന്ന് അവരിപ്പോഴും മുക്തരായിട്ടില്ല. ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ ഈ വീട് അനാഥമായിരിക്കുന്നു. ഈ വീട്ടിൽ കുട്ടികളുടെ ചെരുപ്പൊക്കെ പുറത്ത് കിടക്കുന്നത് കാണാം. ഒപ്പം ഇവിടെ ഒരു നായ്ക്കുട്ടിയുണ്ട്, അതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഈ വീട് കാണുമ്പോൾ തന്നെ നമുക്കും വൈകാരികമായി ഏറെ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കുട്ടികളുടെ ചെരുപ്പ്, ഇവരുടെ വസ്ത്രങ്ങൾ, ഇതെല്ലാം ഇവിടെ കിടപ്പുണ്ട്. പോലീസ് എന്തായാലും ഈ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ ഈ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇനി തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതുണ്ട്. ഇവരുടെ കുട്ടികൾ, ജിതിന്റെ കുട്ടികൾ ബന്ധുവിന്റെ, ഈ മരിച്ച വേണുവിന്റെ മകൾ, 2ാമത്തെ മകളുടെ വീട്ടിലാണ് ഇപ്പോൾ ആ കുട്ടികളും ഉള്ളത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും പി രാജീവും അടക്കമുള്ളവരൊക്കെ അവിടെ എത്തും. അവർക്കൊക്കെ വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം ഇവരുടെ കുട്ടികളുടെ അച്ഛൻ ജിതിൻ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. ഒരു സർജറി കഴിഞ്ഞു. എയിംസ് ആശുപത്രിയിലാണ്, ആസ്റ്റർ ആശുപത്രിയിലാണ് ഇപ്പോഴും ചികിത്സ തുടരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സുമനസ്സുകളുടെ സഹായവും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും തേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു കുടുംബം തന്നെ നശിക്കുന്ന, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് തന്നെ തീരാവേദനയായി മാറുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ക്രൂരനായിട്ടുള്ള കുറ്റവാളിയായിട്ടുള്ള ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഋതുവിന്റെ ഈ ഒരു പ്രവൃത്തി കാരണം സംഭവിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്നലെ ഋതുവിന്റെയും ജിതിന്റെയും സുഹൃത്തുക്കളെത്തി ഈ വീട് അടിച്ചു തകർത്തിരിക്കുന്നത്. ജനൽ ചില്ലകൾ അടക്കം അടിച്ചു തകർത്തു. ഇവരെ രണ്ടുപേരെയും വടക്കേക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നവമിയാണ് വിവരങ്ങൾ നൽകിയത്. നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. പക്ഷേ നാട്ടുകാരൊന്നും ഇങ്ങനൊരു കടും പ്രവൃത്തിയിലേക്ക് തിരിയാത്തത് തുടർന്നുള്ള നിയമ നടപടികൾ പേടിച്ചാണ്. അപ്പോഴാണ് ഈ കേസിൽ ഇപ്പോൾ പ്രതിയായിട്ടുള്ള ഋതുവിൻ്റെയും ഒപ്പം ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ജിത്തിൻ്റെയും സുഹൃത്തുക്കൾ എത്തി വീട് തകർത്തത്.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് കൊച്ചിയിൽ നിന്ന് വരാനുള്ളത് കൂത്താട്ടുകുളത്തെ കഴിഞ്ഞ ദിവസത്തെ നാടകീയ മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ കേസിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുൻപ് CPM പ്രവർത്തകർ തന്നെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ചുവെന്നും ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. പോലീസും ഇതിന് കൂട്ടുനിന്നതായി കല ആരോപിക്കുന്നു. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഇന്നലെ നമ്മൾ കേട്ടതാണ് എന്തൊക്കെ തരത്തിലുള്ള ക്രൂരത ആ സമയത്ത് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന സമയത്ത് അവർ അനുഭവിച്ചു എന്നൊക്കെ പറയുന്നതാണ്. ഇതിൽ ഈ തരത്തിലൊരു രഹസ്യമൊഴി നൽകുന്നതുകൊണ്ട് കല ഉദ്ദേശിക്കുന്നത് എന്താണ്? ശ്രീജിത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കലാരാജുവിന്റെ പരാതിയിൽ ഒരു അറസ്റ്റ് പോലും അല്ലെങ്കിൽ ഒരു നടപടി പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കലാരാജുവും ഒപ്പം പ്രതിപക്ഷവും UDFും ആരോപിക്കുന്നത് പോലീസും ഈ ഒരു ക്രൂരകൃത്യത്തിന്, ഈ തട്ടിക്കൊണ്ടുപോകലിനടക്കം അല്ലെങ്കിൽ ആക്രമണത്തിനടക്കം കൂട്ടുനിന്നു എന്ന ഒരു ആരോപണം കൂടിയാണ് കലാരാജുവും UDFും ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആലുവ റൂറൽ SP വൈവോ സക്സേന ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എത്രയും വേഗം ഈ പോലീസിന് ഇതിൽ പങ്കുണ്ടോ, ഈ തട്ടിക്കൊണ്ടുപോകലിന് അല്ലെങ്കിൽ ഒരു നടപടി എടുക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലീസിന് ഇതിൽ പങ്കുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ രഹസ്യമൊഴി നൽകാൻ കലാരാജു തീരുമാനിച്ചിരിക്കുന്നത്. ഈ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് 4 കേസുകളാണ് പോലീസ് എടുത്തിരിക്കുന്നത്. ഇതിൽ 150, ഈ 4 കേസുകളിലുമായി 150 പ്രതികളാണുള്ളത്. ആദ്യത്തേത് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് മകൾ നൽകിയ പരാതി. ഇതിൽ 45 പേരാണ് പ്രതിയായിരിക്കുന്നത്. ഒപ്പം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഈ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പോലീസിന് പങ്കുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് UDF, ഈ അനൂപ് ജേക്കബ് MLA ഉൾപ്പെടെയുള്ളവർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിലൊരു 40 പേരെയാണ്, MLA ഉൾപ്പെടെ 40 പേരെയാണ് പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്. ഒപ്പം ഈ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കൗൺസിൽ ചേരുന്നതിന് മുൻപ് അവിടെ വലിയൊരു സംഘർഷമുണ്ടായിരുന്നു. ആ സമയത്ത് UDF കൗൺസിലർമാരെ ആക്രമിച്ച 25 പേരെയാണ് പ്രതിയാക്കിയിരിക്കുന്നത്. മറ്റൊന്ന് കൂത്താട്ടുകുളം നഗരസഭാ അധ്യക്ഷ വിജയ ശിവന്റെ പരാതിയിൽ 40 പേരെയാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 4 കേസുകളിലായി 150ഓളം പ്രതികളാണുള്ളത്. പക്ഷേ ഇതിലൊന്നും തന്നെ പോലീസ് കൃത്യമായിട്ട് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊന്നും തന്നെ നടന്നിട്ടില്ല എന്നതാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഒപ്പം ഈ കലാരാജു നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഈ കലാരാജുവിനെ ഈ വസ്ത്രം വരെ അഴിച്ച് ആക്ഷേപിച്ചു, ഒപ്പം കൊലപ്പെടുത്ത അല്ലെങ്കിൽ ഒരു മൃഗീയമായി ഉപദ്രവിച്ചു, അങ്ങനെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷെ അതിൽ പോലും പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായില്ല എന്ന് കലാരാജുവും UDFും ആരോപിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. കലാരാജുവിന്റെ പരാതിയിൽ ഇന്നെങ്കിലും പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുമോ എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അതിനിടയിൽ SP ആവശ്യപ്പെട്ട റിപ്പോർട്ടും പോലീസ് അതിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ടും നടക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ CPM തന്നെ ഇന്നലെ ഇതിനെ പൂർണ്ണമായും തള്ളി രംഗത്തെത്തിയിരുന്നു. സെക്രട്ടറി അടക്കം പറഞ്ഞത് ഇത്തരത്തിലൊരു സംഭവം കലാരാജു പാർട്ടിയുടെ പ്രവർത്തക തന്നെയാണ്, സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് CPM ഓഫീസിലേക്ക് കൊണ്ടുപോയത്. ഈ സംഭവം നടക്കുന്ന നഗരസഭയിൽ നിന്നും ഏകദേശം ഒരു 200 മീറ്റർ മാത്രമാണ് CPM ഓഫീസിലേക്കുള്ള ദൂരം. അവിടേക്ക് കൊണ്ടുപോകുന്നതിന് എന്തിനാണ് തട്ടിക്കൊണ്ടുപോവുകയല്ല, കാറിൽ കയറ്റി കലയുടെ അനുവാദത്തോടുകൂടി തന്നെയാണ് കൊണ്ടുപോയതെന്നൊക്കെയാണ് CPM ആരോപിക്കുന്നത്. പക്ഷെ അതിനെ പൂർണ്ണമായും കലാരാജു തള്ളുകയും ചെയ്തു. എന്തായാലും ഇന്ന് എന്തായിരിക്കും പോലീസ് ഈ 4 കേസുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. അതിനിടയിൽ കലാരാജു ഇന്ന് രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് ഇന്ന് കൊച്ചിയിൽ നിന്ന് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത. ഈ കേസിൽ, ഈ പരാതികളിൽ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ്. വയനാട്ടിൽ നിന്ന് സമാനമായ രീതിയിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരാനുണ്ട്. അത് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കളെ ഇന്ന് ചോദ്യം ചെയ്യുന്നു എന്നതാണ്. DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാവുക. നിയമസഭയുള്ളതിനാൽ IC ബാലകൃഷ്ണൻ MLA ചോദ്യം ചെയ്യലിന് ഹാജരായേക്കില്ല. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ കേസിൽ ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴുമുണ്ട്. പ്രത്യാരോപണങ്ങളൊക്കെ പല തരത്തിൽ ഉയരുന്നുണ്ട്. അതിനെല്ലാം ഒരു അവസാനം കാണണമെങ്കിൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എത്രമാത്രം നിർണായകമാണ് ഇന്നത്തെ ഈ ചോദ്യം ചെയ്യൽ?
കഴിഞ്ഞ ദിവസമാണ് കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതി ഈ IC ബാലകൃഷ്ണൻ MLA-യും DCC പ്രസിഡന്റും ND അപ്പച്ചനടക്കമുള്ളവർക്ക് ജാമ്യം നൽകിയത്. അതൊരു തരത്തിൽ വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഈ ജാമ്യം നൽകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായി പറഞ്ഞത് ജില്ല വിട്ടുപോകരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത്, ഒപ്പം അന്വേഷണവുമായി സഹകരിക്കണം എന്നതാണ്. പക്ഷേ IC ബാലകൃഷ്ണൻ MLA ഒരു നിയമസഭാ സാമാജികനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിയമസഭയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു അവകാശമുണ്ട്. അത് പ്രയോജനപ്പെടുത്തി തന്നെ അദ്ദേഹം നിയമസഭാ നടപടികളിൽ ഇന്ന് പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് 2 നേതാക്കൾ ഇന്ന് തന്നെ പോലീസിന് മുമ്പാകെ ഹാജരാകും. എത്രയും പെട്ടെന്ന് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാവണം എന്ന നിർദ്ദേശമാണ് കോടതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഹാജരായേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 ദിവസം വളരെ വിശദമായി ഇക്കാര്യത്തിൽ വാദം കേട്ടിരുന്നു. ഇവരുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ അതിൽ പൂർണ്ണമായും ഈ പറയുന്ന പോലീസ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന വാദമാണ് നേതാക്കൾ പങ്കുവച്ചത്. പക്ഷേ NM വിജയന്റെ കത്ത് ഒരു മരണമൊഴിയായി കണക്കാക്കി 3 പേർക്കും ജാമ്യം അനുവദിക്കരുത് എന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഒപ്പം അധികാരത്തിലൊക്കെ ഏറെ സ്വാധീനമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം എന്ന രീതിയിൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ്. ഇവർക്ക് ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമം നടത്തും എന്ന കാര്യം പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തു. എന്നാൽ ഈ ആത്മഹത്യയുമായി നേതാക്കൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നുമാണ് MLA അടക്കമുള്ളവർ കോടതിയിൽ വാദിച്ചത്. എന്തായാലും ഈ വാദഗതികൾക്ക് പൂർണ്ണമായി ഒരു സാധ്യത എന്നതിനപ്പുറം ഈ അന്വേഷണവുമായി പ്രതികൾ സഹകരിക്കുമെന്ന ഉറപ്പ് പ്രതിഭാഗം കോടതിക്ക് നൽകി. ഒപ്പം സമൂഹത്തിൽ തന്നെ നിൽക്കുന്ന ആളുകളാണ് അവർ ഈ അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചോടുന്ന നടപടിയോ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ഉള്ള നടപടിയൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് 2 നേതാക്കന്മാർ പോലീസ് മുമ്പാകെ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയമാവും. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ ഇന്ന് IC ബാലകൃഷ്ണൻ വയനാട്ടിൽ എത്തില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ശ്രീജാം. ശരി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ നിന്ന് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് ഈ ചോദ്യം ചെയ്യൽ. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഗസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ 3 ബന്ദികളെ മോചിപ്പിച്ച് ഹമാസ്. സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് വെടിനിർത്തൽ വൈകിയതെന്ന് ഹമാസ്. കരാർ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി രാജിവെച്ചു. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരും മുൻപ് ഗസയിൽ വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 8 പേർ. ഹമാസിനെ രൂക്ഷമായി വിമർശിച്ച് ബെഞ്ചമിൻ നെതന്യാഹു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്കിടെ വൻ തീപിടുത്തം. തീർത്ഥാടകർ താമസിക്കുന്ന ടെന്റിലാണ് തീപിടുത്തമുണ്ടായത്. പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീ പടർന്നതെന്ന് പ്രാഥമിക നിഗമനം. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രസംഗത്തിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും കേസ്. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായി പോരാടുകയാണെന്ന പരാമർശത്തിൽ FIR ഇട്ടു. അസമിലെ ഗുവാഹത്തിയിലെ പാൻ ബസാർ പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തിരിക്കുന്നത്. രാഷ്ട്രീയ കാര്യസമിതിയിൽ KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും വിമർശനം. 2 നേതാക്കളും തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കണമെന്ന് നേതാക്കൾ. പാർട്ടിയിൽ ഐക്യം വേണമെന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല. രാഷ്ട്രീയ കാര്യസമിതി മാറ്റിവച്ചതും സതീശൻ KPCC നേതൃയോഗത്തിൽ പങ്കെടുക്കാത്തതിലും വിമർശനം. മുഖ്യമന്ത്രി സ്ഥാന ചർച്ച ഇപ്പോൾ പാടില്ലെന്ന് മുതിർന്ന നേതാവ് PJ കുര്യൻ. PV അൻവറിന്റെ UDF പ്രവേശനത്തിൽ കൂട്ടായ തീരുമാനം വേണമെന്ന് ആവശ്യം. റോവറി ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയെന്ന് VD സതീശൻ. അധികൃതരെ പറ്റിച്ചാണ് ഭൂമി വാങ്ങിയതെന്നും ആവശ്യത്തിന് വെള്ളമില്ലാത്ത പാലക്കാട് എവിടെ നിന്നാണ് ഈ കമ്പനിക്ക് വെള്ളം കൊടുക്കാൻ പോകുന്നതെന്നും VD സതീശൻ ചോദിച്ചു. കമ്പനിയുടെ ഫയൽ 3 മാസം രഹസ്യമായി വെച്ചു. ഷെയ്ഡി കമ്പനിക്ക് അനുമതി നൽകിയതിന് പിന്നിൽ അഴിമതിയാണെന്നും സതീശൻ. കലൂരിലെ നൃത്ത പരിപാടിക്കിടെ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് MLA സന്ദർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആശുപത്രിയിൽ നേരിട്ടെത്തി സുഖവിവരങ്ങൾ അന്വേഷിച്ചു. KSAയെ പ്രത്യക്ഷത്തിൽ തള്ളാതെ സഞ്ജു സാംസന്റെ പിതാവ് സാംസൺ വിശ്വനാഥൻ. സഞ്ജുവിനെതിരെയുള്ള നീക്കം ചില കൃമികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാനും എന്റെ മക്കളും KCAയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും സഞ്ജുവിനെ വളർത്തിയത് KCA ആണെന്നും സാംസൺ. തന്നെ തട്ടിക്കൊണ്ടുപോയ CPM പ്രവർത്തകർക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിനടക്കം കേസെടുക്കണമെന്ന് കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാരാജു. തനിക്ക് ഏൽക്കേണ്ടി വന്ന ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് പോലീസിൽ പരാതി നൽകി.
കൂത്താട്ടുകുളത്ത് കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസിൽ LDF UDF നേതാക്കൾക്കെതിരെ കേസെടുത്ത് പോലീസ്. CPM ഏരിയ സെക്രട്ടറി, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ അടക്കം കണ്ടാലറിയാവുന്ന 45 പേർക്കെതിരെയാണ് കേസ്. പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതിൽ അനൂപ് ജേക്കബിനെതിരെയും കേസ്. സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും മുൻ പ്രധാനമന്ത്രിയെ അനുസ്മരിക്കും. സഭയിൽ ഇന്ന് മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാവില്ല. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച നാളെ ആരംഭിക്കും. സംസ്ഥാന രാഷ്ട്രീയത്തെ ഇപ്പോൾ ചൂടുപിടിപ്പിക്കുന്നത് ബ്രൂവറി വിവാദമാണ്. പാലക്കാട് ബ്രൂവറി വിവാദത്തിൽ മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ എതിർപ്പറിയിക്കാൻ ഏലപ്പുള്ളി പഞ്ചായത്ത് ഇന്ന് യോഗം ചേരുന്നുണ്ട്. സർക്കാർ തീരുമാനത്തിനെതിരെ പഞ്ചായത്ത് പ്രമേയവും പാസാക്കിയേക്കും. ജലദൌർലഭ്യം ചൂണ്ടിക്കാട്ടി സർക്കാരിനെ എതിർപ്പ് അറിയിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. നേരത്തെ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു രംഗത്തെത്തിയിരുന്നു. വിഷയത്തിൽ ഇന്ന് നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചും നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം. പ്രവർത്തകർക്കിടയിൽ ഇത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്നും തെറ്റായ സന്ദേശം നൽകുമെന്നുമായിരുന്നു പ്രധാന വിമർശനം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ നേതൃത്വം ഐക്യത്തോടെ മുന്നോട്ടു പോകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. അതേസമയം പുനഃസംഘടനാ ചർച്ചയിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായി AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായി ഇന്നും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രാധാന്യം കൊടുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് വിജയത്തിനാണെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം അനവസരത്തിലാണെന്നുമുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുടെ തുറന്നു പറച്ചിലിന് പിന്നാലെയാണ് PJ കുര്യൻ ഉൾപ്പെടെയുള്ള നേതാക്കളും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ തുറന്നടിച്ചത്. മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള അവകാശവാദം കൊണ്ട് പാർട്ടിക്ക് ദോഷം മാത്രമേ ഉണ്ടാകൂ. ഇത് തെറ്റായ സന്ദേശം നൽകുമെന്നും PJ കുര്യൻ. കഴിഞ്ഞയാഴ്ച ചേരാനിരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം അപ്രതീക്ഷിതമായി മാറ്റിവെച്ചതും പ്രതിപക്ഷ നേതാവ് KPCC നേതൃയോഗത്തിൽ പങ്കെടുക്കാതിരുന്നതും അനാവശ്യ ചർച്ചകൾക്ക് വഴിവെച്ചെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. K. സുധാകരനും VD സതീശനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ഐക്യത്തോടെ മുന്നോട്ടു പോയേ മതിയാകുമെന്നും നേതാക്കൾ ആവശ്യമുന്നയിച്ചു. വരാനിരിക്കുന്നത് പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണെന്നും നേതൃത്വം ഭിന്നതകൾ മറന്ന് ഒന്നിക്കണമെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ നിലപാട്. പാർട്ടി പുനഃസംഘടനയിൽ ദളിത് പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന് കൊടിക്കുന്നിൽ സുരേഷും ആവശ്യപ്പെട്ടു. പുനഃസംഘടന അനാവശ്യമായി നീട്ടിക്കൊണ്ടു പോകരുതെന്നും സമയബന്ധിതമായി ചർച്ചകൾ പൂർത്തിയാക്കണമെന്നും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ സമിതി അംഗങ്ങൾ അറിയിച്ചു. അതേസമയം PV അൻവറിനെ ഒപ്പം ചേർക്കുന്ന വിഷയത്തിൽ തീരുമാനം UDF വിശാല നേതൃയോഗത്തിന് വിട്ടു. തലപ്പത്ത് തൽസ്ഥിതി തുടർന്നുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള ആഹ്വാനമാണ് യോഗത്തിലുണ്ടായത്. പുനഃസംഘടനയിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ നിലപാടറിയാൻ ദീപാദാസ് മുൻഷി പ്രത്യേക കൂടിക്കാഴ്ചകൾ നടത്തും. നേതാക്കളുമായി നടത്തുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൈമാറും. ഇതിന്റെ അടിസ്ഥാനത്തിലാവും ദേശീയ നേതൃത്വത്തിന്റെ തുടർ നീക്കങ്ങൾ. ന്യൂസ് 18 തിരുവനന്തപുരം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സരചിത്രം ഇന്ന് തെളിയും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്നാണ് അവസാനിക്കുന്നത്. വിവരങ്ങളുമായി ER രാകേഷ് ചേർന്നു നാഷണൽ ഡെസ്കിൽ നിന്ന്. രാകേഷ്, ഡൽഹി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് വലിയ അഭിമാന പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലനിൽപ്പിന്റെ പോരാട്ടവുമായി BJPയും കോൺഗ്രസും രംഗത്തുണ്ട്. അങ്ങനെ വളരെ ചൂടുപിടിച്ച ആ തെരഞ്ഞെടുപ്പ് ചിത്രമാണ് ഇന്ന് തെളിയുന്നത്. ആരൊക്കെയാണ് പ്രധാനമായും മത്സരരംഗത്തുണ്ടാവുക? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, ഏതായാലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. കാരണം സൂക്ഷ്മ പരിശോധനയിൽ 719 പത്രികകളാണ് അംഗീകരിച്ചിരുന്നത്. മാത്രമല്ല ആകെ സമർപ്പിക്കപ്പെട്ടിരുന്നത് 1040 പത്രികകളാണ്. ഇതിൽ സൂക്ഷ്മ പരിശോധനയിൽ 477 പത്രികകൾ തള്ളി. ഇതോടുകൂടി 719 പത്രികകളാണ് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഏതായാലും പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുന്നതോടുകൂടി മത്സരചിത്രം തെളിയുകയും ചെയ്യും. ഏതായാലും ശ്രീജ സൂചിപ്പിച്ചു തന്നെ വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതിൽ തന്നെ ന്യൂഡൽഹി മണ്ഡലം ഏത് വിധേനയും തിരിച്ചു പിടിക്കാൻ ലക്ഷ്യം കോൺഗ്രസിനുണ്ട്. ഒപ്പം തന്നെ BJPയും ശക്തമായി മത്സരരംഗത്തുണ്ട്. അവിടെ തന്നെയാണ് കേജ്രിവാൾ മത്സരിക്കുന്ന ന്യൂഡൽഹിയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പത്രികകളുള്ളത്. 28 പത്രികകൾ ഇവിടെ സമർപ്പിക്കപ്പെട്ടിരുന്നു. ഇതിൽ 23 അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും പിൻവലിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ 23 പേർ ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരരംഗത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും വാശിയേറിയ പ്രചാരണം നടക്കുന്നു. ഇന്നലെയൊക്കെ കേജ്രിവാളിന്റെ കാറിന് നേരെയുണ്ടായ കല്ലേറാണ് വലിയ ചർച്ചയായത്. മാത്രവുമല്ല BJP ഇത്തവണ മുൻകാലങ്ങളിൽ ആം ആദ്മി പാർട്ടി ചെയ്തതുപോലെ
വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ കേജ്രിവാൾ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യം 3 വാഗ്ദാനങ്ങൾ തനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. ഒന്ന്, യമുന നദിയുടെ ശുചീകരണം. 2, ഡൽഹിയിലെ റോഡുകൾ യൂറോപ്യൻ മാതൃകയിലാക്കുമെന്ന് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു, അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഒപ്പം തന്നെ ശുദ്ധമായ കുടിവെള്ളം, അതും ആ വാഗ്ദാനവും പാലിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ 5 വർഷം കൂടി നൽകുകയാണെങ്കിൽ ഈ 3 വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്ന് കേജ്രിവാളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വശത്ത് വാഗ്ദാനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നു, ഒപ്പം തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി തെരഞ്ഞെടുപ്പ് രംഗം കൊഴുക്കുകയും ചെയ്യുന്നു. ശ്രീജ, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ ചിത്രം, അവസാന ചിത്രം ഇന്നറിയാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. പ്രസംഗത്തിലെ പരാമർശത്തിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വീണ്ടും കേസ്. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ പോരാടുകയാണെന്ന പരാമർശത്തിലാണ് അസം പോലീസ് എഫ്ഐആർ ഇട്ടത്. രാജ്യത്തിനെതിരെ പോരാടുന്ന കോൺഗ്രസിന്റെ വികൃത മുഖമാണ് പുറത്തുവന്നതെന്ന് BJP അധ്യക്ഷൻ JP നഡ്ഡ ആരോപിച്ചു. പ്രസംഗത്തിലെ പരാമർശങ്ങളുടെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുന്ന BJP രീതിക്ക് രാഹുൽ പ്രതിപക്ഷ നേതാവായിട്ടും മാറ്റമില്ല. AICCയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു പ്രസംഗം. രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം BJPയും RSSും കൈയടക്കി. BJPക്കും RSSനും ഇന്ത്യൻ ഭരണകൂടത്തിനും എതിരാണ് ഇപ്പോഴത്തെ പോരാട്ടം. ഈ പരാമർശമാണ് കേസിന് ആധാരം. There is no fairness in this. If you believe that we are fighting a political organization called the BJP, that we are fighting a political organization called the RSS, you have not understood what is going on. The BJP and the RSS have captured every single institution of our country. We are now fighting the BJP, the RSS and the Indian state itself. കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യക്കെതിരെയാണ് പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യുന്നതെന്നും അവർക്ക് ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് അറിയില്ലെന്നും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ആരോപിച്ചു. हमारे कांग्रेस के नेता फाइट अगेंस्ट द इंडियन स्टेट. आपने सुना होगा, राहुल गांधी फाइट अगेंस्ट द इंडियन स्टेट बोलते हैं. इनको कोई न इतिहास की जानकारी है, न कोई इनको कोई लेना है न देना है. मैं कई बार बोलता हूं, इनके स्पीच राइटर लिख देते हैं और ये पता नहीं कौन सी बातें कहां से उठा के कहां पढ़ देते हैं, मालूम नहीं चलता. ഇന്ത്യക്കെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധി എന്തിനാണ് ഇന്ത്യൻ ഭരണഘടന കയ്യിലേന്തുന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രതികരണം. അസമിലെ ഗുഹോത്തിലെ പാൻബസാർ പോലീസ് സ്റ്റേഷനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത 152, 197, 1 വകുപ്പുകൾ ചുമത്തിയാണ് FIR ഇട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പരാമർശം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന മോൻജിത് ചോട്യ എന്നയാളുടെ പരാതിയിലാണ് FIR. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കങ്ങളും അവിടുത്തെ സംഘർഷവും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അവിടെ സമരം ചെയ്ത വൈദികരുമായി നാളെ ചർച്ച നടക്കുകയാണ്. മെത്രോപൊലിത്തൻ വികാരിയായി ചുമതലയേറ്റ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയാണ് ചർച്ച നടത്തുക. ചർച്ച ഇന്ന് നടക്കുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും ബിഷപ്പിന്റെ അസൗകര്യം കണക്കിലെടുത്ത് ചർച്ച നാളത്തേക്ക് നീട്ടുകയായിരുന്നു. സമരം ചെയ്ത വൈദികർക്കെതിരെയുള്ള നടപടികൾ അവസാനിപ്പിക്കുക, അതിരൂപതയിലെ ഭരണസമിതികൾ പുനഃസംഘടിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങളായി അൽമായ മുന്നേറ്റവും വൈദികരും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇനി ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലായ ഒരുപാട് പേരുണ്ട്. അവർക്കുള്ള ആശംസയാണ്. ആദ്യം ആശംസകൾ അർപ്പിക്കുന്നത് ഒരു കപ്പിളിനാണ്. അത് ശ്രീ സേതുമാധവൻ, ശ്രീമതി സത്യഭാമ. ഇന്ന് 42ാം വിവാഹ വാർഷികമാണ് ഇരുവരും ആഘോഷിക്കുന്നത്. അവർക്ക് എല്ലാ ആശംസകളും, ദീർഘായുസ്സും, എന്നും ഐക്യത്തോടെയും സ്നേഹത്തോടെയും മുന്നോട്ട് പോകാനുള്ള ആശംസകളും ഒക്കെ നേരുന്നു. ഹാപ്പി ആനിവേഴ്സറി. അടുത്തത് ഒരു കുഞ്ഞ് മിടുക്കിക്കുള്ള ബർത്ത്ഡേ വിഷാണ്. കൊല്ലം അഞ്ചാലുമൂട്ടിലെ റഫീഖ് നെജുമി ദമ്പതികളുടെ മകൾ സിൽമിയയുടെ 2ാം പിറന്നാളാണ്. സിൽമിയ കുട്ടിക്ക് വളരെ വളരെ സന്തോഷമുള്ളൊരു പിറന്നാൾ ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ സിൽമിയ. ഇന്ന് 13ാം പിറന്നാൾ ആഘോഷിക്കുന്ന സൗപർണിക ദേവി. സൗപർണികയ്ക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ സൗപർണിക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർ. ഇനിയും ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ന്യൂസ് 18ലൂടെ ആശംസകൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അറിയിക്കാം.
ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് അടുത്തത് ഇന്നത്തെ ദിവസം എന്തൊക്കെ വാർത്തകൾ എപ്പോഴൊക്കെ പ്രതീക്ഷിക്കണം വളരെ ചുരുക്കത്തിൽ സമഗ്രമായി അറിയാം. ഇന്ന് ഇത് സംഭവിക്കും. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഇന്ന് ചുമതലയേൽക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 ക്യാപിറ്റോൾ മന്ദിരത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. വാളയാർ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന MJ സോജന് സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള തീരുമാനം ചോദ്യം ചെയ്ത് നൽകിയ അപ്പീലിൽ ഹൈക്കോടതി വിധി ഇന്ന്. വാളയാർ പെൺകുട്ടികളുടെ അമ്മ നൽകിയ അപ്പീലിൽ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് S മനു എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പറയുക. ഷാരോൺ വധക്കേസിൽ കോടതി ഇന്ന് ശിക്ഷ വിധിക്കും. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രതിഭാഗവും കോടതിയെ അറിയിച്ചു. RG കർ മെഡിക്കൽ കോളേജിലെ റെസിഡന്റ് ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിൽ പ്രതിക്കുള്ള ശിക്ഷാവിധി ഇന്ന്. പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി വിധിച്ചിരുന്നു. സിയാൽദ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ വിധി പറയുക. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് കേരള നിയമസഭ ഇന്ന് ആദരാഞ്ജലി അർപ്പിക്കും. സ്പീക്കറും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വിവിധ കക്ഷി നേതാക്കളും മുൻ പ്രധാനമന്ത്രിയെ അനുസ്മരിക്കും. സഭയിൽ ഇന്ന് മറ്റു നടപടിക്രമങ്ങളില്ല. ചേന്ദമംഗലം ഇരട്ട കൊലപാതക കേസിൽ പ്രതി ഋതുവിനായുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും. പ്രതിയെ വിട്ടുകിട്ടിയാൽ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. 5 ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത്. പാലക്കാട് ബ്രൂവറി വിവാദത്തിൽ മന്ത്രിസഭായോഗ തീരുമാനത്തിലുള്ള എതിർപ്പ് അറിയിക്കാൻ പഞ്ചായത്തിന്റെ യോഗം ഇന്ന്. നേരത്തെ സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു രംഗത്തെത്തിയിരുന്നു. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാക്കളെ ഇന്ന് ചോദ്യം ചെയ്യും. DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, മുൻ അധ്യക്ഷൻ KK ഗോപിനാഥൻ എന്നിവരാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകുക. നിയമസഭയുള്ളതിനാൽ IC ബാലകൃഷ്ണൻ ഹാജരായേക്കില്ല. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ദർശനം പൂർത്തിയാക്കി. ശബരിമല നട ഇന്നടയ്ക്കും. തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് മാളികപ്പുറത്തെ മണിമണ്ഡപത്തിന് മുന്നിൽ ഗുരുതി നടന്നു. അയ്യപ്പ വിഗ്രഹത്തിൽ മേൽശാന്തി S അരുൺകുമാർ നമ്പൂതിരി ഭസ്മാഭിഷേകം നടത്തി. അയ്യപ്പനെ ധ്യാനത്തിലാക്കി നടയടയ്ക്കും. ശ്രീകോവിലിന്റെ താക്കോൽ കൈമാറ്റവും ഇന്ന് നടക്കും. അർത്തുങ്കൽ പെരുന്നാളിനോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ 2 താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് തുടക്കം തൊട്ടേ നമ്മൾ കുറ്റകൃത്യങ്ങളുടെ വാർത്തകളൊക്കെയാണ്, പ്രധാനപ്പെട്ട ശിക്ഷാവിധികളുടെ വാർത്തകളൊക്കെയാണ് പറഞ്ഞിരുന്നത്. കുറച്ചുകൂടി വിശദമായി അവ പരിശോധിക്കാം. ജാഗ്രതയിലേക്ക് പോകാം. ഓരോ വാർത്ത പറയുമ്പോഴും പറയുന്നുണ്ട് ഞെട്ടിക്കുന്ന വാർത്ത എന്ന് പറയുന്നുണ്ട്. ഈ അടുത്ത് നമ്മൾ കേൾക്കുന്ന പലതും അങ്ങനെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു വാർത്തയായിരുന്നു താമരശ്ശേരിയിലെ സുബൈദയുടെ കൊലപാതക കേസ്. ഈ കേസിൽ അറസ്റ്റിലായ മകൻ ആഷിഖിനെ റിമാൻഡ് ചെയ്തു. ലഹരി വാങ്ങാൻ പലതവണ ആഷിഖ് അമ്മയോട് പണം ആവശ്യപ്പെട്ടിരുന്നു. അത് കൊടുക്കാത്തതിന്റെ പകയായിരുന്നു കൊലപാതകത്തിന് കാരണം. ജന്മം നൽകിയതിന്റെ ശിക്ഷ നടപ്പാക്കി. കിടപ്പിലായ അമ്മ സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ലഹരിക്കടിമയായ മകൻ പറഞ്ഞതാണിത്.
സ്വത്ത് വിൽക്കാൻ ആഷിഖ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സുബൈദ തയ്യാറായിരുന്നില്ല. ഇതിലുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറയുന്നു. ആഷിഖ് മുൻപും കൊലപാതക ശ്രമം നടത്തിയിട്ടുണ്ടെന്നും പലരോടും സുബൈദയെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നതായും പോലീസ് വ്യക്തമാക്കി. മോട്ടീവായിട്ട് ഇയാൾ ഈ അമ്മയോട് ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ പ്രോപ്പർട്ടി വിൽക്കണം എന്നുള്ള ആവശ്യപ്പെടാറുണ്ടായിരുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ അമ്മയെ കൊല്ലണമെന്ന് പലതവണ പലരോടായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ അമ്മയെ കൊല്ലാനുള്ള 2-3 അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. ഇവൻ ഇന്നലെ ലഹരി ഉപയോഗിച്ചിരുന്നു. ഇല്ല, ഞങ്ങൾ പോലീസ് അത് എൻ്റെ ഭാഗം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടുള്ള പ്രൊസീജിയറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ലഹരി വിൽപ്പനയായിട്ടൊന്നും ബന്ധമല്ലോ നേരത്തെ അങ്ങനത്തെ? ഇല്ല, അത് പോലീസ് ആ കാര്യങ്ങൾ ലഹരി അടുത്തായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലഹരിക്കടിമയായ ആഷിഖ് ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് സുബൈദയുടെ സഹോദരിയുടെ പുതുപ്പാടിയിലെ വീട്ടിലെത്തിയത്. സുബൈദ ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവിടെ കിടപ്പിലായിരുന്നു. ആവശ്യപ്പെട്ട പണം നൽകാൻ തയ്യാറാകാതെ വന്നതോടെയാണ് പ്രതി ആഷിഖ് അടുത്ത വീട്ടിൽ നിന്നും കൊടുവാൾ വാങ്ങി സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കഴുത്ത് ഏറെക്കുറെ അറ്റ നിലയിൽ അയൽക്കാരാണ് സുബൈദയെ താമരശ്ശേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ പ്രതിയായ ആഷിഖിനെ പോലീസ് രാവിലെ ഫോറൻസിക് തെളിവെടുപ്പിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ എത്തിച്ചു. ഫോറൻസിക് പരിശോധന പൂർത്തീകരിച്ച ശേഷം ആഷിഖിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം കുന്നമംഗലം മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 താമരശ്ശേരി. നെയ്യാറ്റിൻകര മാറായമുട്ടത്ത് പോലീസുകാരൻ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. നെയ്യാറ്റിൻകര സ്റ്റേഷനിലെ ഡ്രൈവറായ രാഹുൽ ബാബുവാണ് ഭാര്യ പ്രിയയ്ക്ക് നേരെ ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. 7 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തു. പാലക്കാട് മണ്ണാർക്കാട് വീണ്ടും കഞ്ചാവ് വേട്ട. 15 കിലോ കഞ്ചാവുമായി യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡാൻസ് ഓഫ് ടീമിന്റെ നേതൃത്വത്തിൽ വട്ടമ്പലം കുളപ്പാടം റോഡിൽ നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്. തൃശൂർ അരിമ്പൂർ മണക്കൊടി പുളിപ്പറമ്പിൽ വീട്ടിൽ അരുൺ, മലപ്പുറം സ്വദേശി നിസാർ എന്നിവരാണ് പിടിയിലായത്. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിനുള്ളിൽ കയറി അതിക്രമം കാണിച്ച യുവാവ് അറസ്റ്റിൽ. മദ്യപിച്ച് വാഹനമോടിച്ച് പിടിയിലായ സുഹൃത്തിനെ ജാമ്യത്തിലിറക്കാനെത്തിയ ഷബീർ അലിയും സംഘവുമാണ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ അതിക്രമം കാണിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. മദ്യപിച്ച വാഹനമോടിച്ച കേസിൽ ഒറ്റപ്പാലം പോലീസിന്റെ പിടിയിലായ സുഹൃത്തിനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി എത്തിയതായിരുന്നു. പാലക്കാട് നൂറണി സ്വദേശി ഷബീർ അലിയും സുഹൃത്തുക്കളായ ഫൈസലും രാകേഷ് കുമാറും. നിരവധി കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ഷബീർ അലിയുടെ പേരിൽ ജാമ്യം നൽകാൻ കഴിയില്ലെന്ന് പോലീസ് പറഞ്ഞതോടെ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കാർ തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാറിന്റെ ഫ്രണ്ട് വൈപ്പർ തകർക്കുകയും ഗ്ലാസുകളിലും മറ്റു ഭാഗങ്ങളിലും മുഴുവൻ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് പോറലേൽപ്പിക്കുകയും ചെയ്തു. 40,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. അതിക്രമക്കേസിൽ 1-ാം പ്രതിയായ ഷബീർ അലിയെ അറസ്റ്റ് ചെയ്തു. കേസിൽ ഷബീർ അലിയുടെ സുഹൃത്തുക്കളായ മറ്റ് 2 പ്രതികളെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 32 കേസുകളുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. സുഹൃത്തിന്റെ ഭാര്യയിൽ നിന്ന് കടം വാങ്ങിയ സ്വർണം തിരികെ കൊടുക്കാനായി മറ്റൊരു സ്ത്രീയുടെ മാല കവർച്ച ചെയ്ത ഒരു സംഭവത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കാസർഗോഡാണ് കടം വാങ്ങിയ സ്വർണം പണയപ്പെടുത്തിയ ശേഷം തിരിച്ചെടുക്കാൻ മാല കവർന്നത്. കേസിൽ മാലോ സ്വദേശി ഷാജിയെ വെള്ളരിക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ജില്ലയിൽ മുൻപ് നടന്നിട്ടുള്ള മറ്റേതെങ്കിലും മോഷണ കേസുമായി ഷാജിക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സുഹൃത്തിന്റെ ഭാര്യയോട് കടം വാങ്ങിയ സ്വർണം ബാങ്കിൽ പണയപ്പെടുത്തിയ ശേഷം അവധി കഴിഞ്ഞ് പണയ ഉരുപ്പടി തിരിച്ചെടുക്കാനായി മറ്റൊരു സ്ത്രീയുടെ സ്വർണമാല തട്ടിപ്പറിച്ചോടിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
മാലോം ചുള്ളി നായക്കർ വീട്ടിൽ ഷാജിയെയാണ് വെള്ളരിക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തോട്ടിൽ വസ്ത്രമലക്കാനായി പോയ വീട്ടമ്മയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന സ്വർണമാല പട്ടാപ്പകൽ തട്ടിപ്പറിച്ചോടിയ കള്ളനെ പിടികൂടാനായത് വെള്ളരിക്കുണ്ട് പോലീസിന്റെ 3 മാസത്തെ പ്രയത്നത്തിനൊടുവിലാണ്. സെപ്റ്റംബറിലാണ് മാലോം കാര്യോട്ടുചാലിലെ അരുൺ ജോസിന്റെ ഭാര്യ മഞ്ജു ജോസിന്റെ 1 പവൻ തൂക്കം വരുന്ന സ്വർണമാല ഷാജി തട്ടിപ്പറിച്ചത്. പിന്നീട് മാലക്കല്ലിലെ ഒരു ജ്വല്ലറിയിൽ സ്വർണം വിൽപ്പന നടത്തുകയും 3/4 പവൻ തൂക്കം വരുന്ന മറ്റൊരു മാല വാങ്ങുകയുമായിരുന്നു. നേരത്തെ മാല വാങ്ങി ബാങ്കിൽ പണയപ്പെടുത്തിയ സ്ത്രീക്കാണ് ഈ മാല നൽകിയത്. ഇത് തിരിച്ചു കൊടുക്കാനായിട്ടാണ് മഞ്ജു ജോസിന്റെ സ്വർണമാല ഷാജി കവർന്നത്. മാല മോഷണത്തിന് മഞ്ജു ജോസ് വെള്ളരിക്കുണ്ട് പോലീസിൽ നേരത്തെ പരാതി നൽകിയിരുന്നു. ഷാജിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ച പോലീസ് ഇയാളെ സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടു. വിശദമായി ചോദ്യം ചെയ്തതിലൂടെ ഷാജി കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഞങ്ങൾ നേരത്തെ ചോദ്യം ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ അനിലിന്റെ വൈഫിന് നിങ്ങൾ പുതിയ മാല വാങ്ങി കൊടുത്തിരുന്നു പറഞ്ഞു. ഏത് ജ്വല്ലറിയിൽ നിന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചു. അത് സോണി ജ്വല്ലറി മാലക്കല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണെന്ന് പറഞ്ഞു. അതിനുശേഷം എന്നോട് അതിനെക്കുറിച്ച് അത് വാങ്ങാൻ എവിടെ നിന്ന് ക്യാഷ് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മഹീന്ദ്ര ഫിനാൻസിലാണ് ഇന്ന് ക്യാഷ് കിട്ടിയെന്ന് പറഞ്ഞു. മഹീന്ദ്ര ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ അപ്പോൾ തന്നെ വിളിച്ചു അന്വേഷിച്ചു. അതിൽ നിന്നും അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. മഹീന്ദ്ര ഫിനാൻസിൽ ലോൺ എടുത്ത് കുറേ നാളായി. ഇപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആണെന്ന് മറ്റൊന്ന് ചോദിച്ച് ഞങ്ങൾ വളരെ മെട്ടിക്കുലസ് ആയിട്ട് ചോദ്യം ചെയ്തതിൽ ടിയാനെ കൂടുതൽ കാര്യങ്ങളിൽ പിടിച്ചിരിക്കാനായില്ല. ഞങ്ങൾ ചോദ്യം ചെയ്യലിൽ അത്രത്തോളം പെർഫെക്ഷൻ കൊണ്ടുവരാൻ സാധിച്ചതിന്റെ ടീമിന്റെയും സാറിന്റെയും ഈ കൂട്ടായ ശ്രമത്തിലൂടെ തന്നെയാണ്. ജില്ലയിൽ നേരത്തെ നടന്നിട്ടുള്ള മറ്റേതെങ്കിലും മോഷണ കേസിൽ ഷാജിക്ക് ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കാഞ്ഞങ്ങാട് മോഷണം നടത്തി കടന്നു കളയാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന പ്രതി പോലീസിന്റെ പിടിയിലായി. കൊല്ലം പട്ടത്താനം സ്വദേശി നദീർ ഷാനാണ് കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത്. അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത്. മോഷണം നടത്തി കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിഞ്ഞ പ്രതിയെ പൊക്കി കുറ്റിപ്പുറം പോലീസ്. കൊല്ലം പട്ടത്താനം സ്വദേശി വായാലിൽ തോപ്പ് നിസാറിന്റെ മകൻ നദീർ ഷാൻ ആണ് പിടിയിലായത്. കാസർഗോഡ് കാഞ്ഞങ്ങാടിൽ നിന്ന് മോഷണം നടത്തി അവിടെ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് അമിത വേഗതയിൽ വരുന്നതിനിടെയാണ് കുറ്റിപ്പുറത്ത് വെച്ച് ഒരു കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ് കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയായിരുന്നു നദീർ ഷാൻ. അപകടത്തെ സംബന്ധിച്ച് കുറ്റിപ്പുറം പോലീസിന്റെ വിദഗ്ധ അന്വേഷണത്തിലാണ് നദീർ ഷാൻ മോഷണം നടത്തി വന്നതാണെന്ന് കണ്ടെത്തിയത്. ഇയാളെ കാഞ്ഞങ്ങാട് പോലീസിന് കൈമാറി. തിരൂർ. പട്ടാമ്പിയിൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ പിടികൂടി. ഭക്ഷണശാലകളിലും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലുമാണ് വ്യാപക പരിശോധന നടത്തിയത്. ആരോഗ്യ സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായാണ് പട്ടാമ്പി നഗരസഭ ഹെൽത്ത് ഫ്ലൈയിംഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ വ്യാപക പരിശോധന ആരംഭിച്ചത്. ഭക്ഷണശാലകളും ശീതളപാനീയ കടകൾ, വഴിയോര കച്ചവടങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിശോധന. പരിശോധനയിൽ വലിയ തോതിൽ നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ പിടിച്ചെടുത്തു. ജ്യൂസ് വിൽക്കുന്ന സ്ഥാപനങ്ങളിലെ വെള്ളം, ഐസുപ്പിലിട്ട വിഭവങ്ങൾ എന്നിവയെ പരിശോധിച്ചു. ഇതോടൊപ്പം കച്ചവട സ്ഥാപനങ്ങൾ ശുചിത്വം പാലിക്കുന്നുണ്ടോ എന്നും ആരോഗ്യ വിഭാഗം ഉറപ്പുവരുത്തുന്നുണ്ട്. വരും ദിവസങ്ങളിലും ടൗൺ കേന്ദ്രീകരിച്ചും വിവിധ റോഡുകൾ കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്ന വഴിയോര കച്ചവടങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. നിയമലംഘനം കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്ക് പിഴയുൾപ്പെടെ ചുമത്തിയാണ് പരിശോധന നടത്തുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. വാളയാർ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന MJ സോജന് സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് നൽകാനുള്ള തീരുമാനം ചോദ്യം ചെയ്ത് നൽകിയ അപ്പീലിൽ ഹൈക്കോടതി വിധി ഇന്ന്. വാളയാർ പെൺകുട്ടികളുടെ അമ്മ നൽകിയ അപ്പീലിൽ ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് S മനു എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പറയുക. സത്യസന്ധതാ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും നടപടികളിൽ വീഴ്ചയില്ല എന്നുമായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. 2023 നവംബർ 25 നമ്മളെയൊക്കെ നടുക്കിയതായിരുന്നു എറണാകുളം ക്യൂസാറ്റ് ക്യാമ്പസിലുണ്ടായ ദുരന്തം. ഈ ദുരന്തത്തിൽ പോലീസ് കോടതിയിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. മുൻ
പ്രിൻസിപ്പൽ അടക്കം 3 പ്രതികളാണ് കേസിലുള്ളത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. അതേസമയം മുൻ രജിസ്ട്രാറെ പ്രതി ചേർക്കേണ്ടതില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. കുസാറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗം സംഘടിപ്പിച്ച സംഗീത നിശയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർ മരിച്ച സംഭവത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം കളമശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. മുൻ പ്രിൻസിപ്പാൾ ദീപക് കുമാർ സാഹു, അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി, N ബിജു എന്നിവരാണ് പ്രതികൾ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. ദുരന്തം നടന്ന 1 വർഷവും 2 മാസവും പിന്നിടുമ്പോഴാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. നവംബർ 25 കുസാറ്റ് ദുരന്തമുണ്ടായത്. അതേസമയം മുൻ രജിസ്ട്രാറെ പ്രതി ചേർക്കേണ്ട സാഹചര്യമില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. പരിപാടിക്ക് മുന്നോടിയായി പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടുള്ള കത്ത് കൈമാറുന്നതിൽ രജിസ്ട്രാർ വീഴ്ച വരുത്തിയെന്ന ആരോപണം ഉയർന്നിരുന്നു. ഡെപ്യൂട്ടി രജിസ്ട്രാറെ സ്ഥലം മാറ്റി. അന്വേഷണ വിധേയമായി പ്രിൻസിപ്പാളിനെയും ചുമതലയിൽ നിന്നും മാറ്റി. പരിപാടിയെക്കുറിച്ച് തങ്ങളെ അറിയിച്ചില്ലെന്നായിരുന്നു സർവകലാശാലയുടെ വാദം. അപകടത്തിൽ 4 പേർ മരിക്കുകയും 60ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. കോയമ്പത്തൂരിൽ കാട്ടാനയുടെ പരാക്രമം. വീടിന്റെ അടുക്കള ഭാഗികമായി തകർന്നു. അരി നൽകിയതോടെയാണ് ആന പിൻവാങ്ങിയത്. രാഗേഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാഗേഷ്, നമ്മൾ റേഷൻ കട തകർത്ത് സ്ഥിരമായി അരി എടുത്തുകൊണ്ട് പോകുന്ന നമ്മുടെ സ്വന്തം അരിക്കൊമ്പന്റെ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വീട് തകർക്കാൻ വന്ന ആനയ്ക്ക് അരി കൊടുത്ത് ആനയെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതെവിടെയാണ് സംഭവം, എപ്പോഴാണ് സംഭവം? ഇതിന്റെ ഈ ദൃശ്യത്തിന് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ശ്രീജ, ഇത് കോയമ്പത്തൂർ ജില്ലയിലെ തെരുക്കുപാളയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ശനിയാഴ്ച രാത്രിയാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അതിഥി തൊഴിലാളികളാണ് ഇവിടെ ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ഇവർ ജോലി കഴിഞ്ഞ് വന്ന് ഭക്ഷണം പാചകം ചെയ്യുകയായിരുന്നു. ഏതാണ്ട് 4 പേരാണ് ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ഇതിനിടയിലാണ് അടുക്കള ഭാഗത്ത് ആന നിലയുറപ്പിക്കേണ്ട ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടുകൂടി ഇവർ ആദ്യം ഗ്യാസ് ഓഫ് ചെയ്യുകയായിരുന്നു. പക്ഷേ ആന ഈ വീടിനകത്തേക്ക്, അടുക്കള വാതിൽ വഴി വീടിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആനയ്ക്ക് അകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല. ഇതിന്റെ തുമ്പിക്കൈ നീട്ടിക്കൊണ്ട് വീട്ടിനകത്തെ വസ്തുക്കൾ എടുക്കാനുള്ള ശ്രമങ്ങൾ ആന നടത്തുന്ന ദൃശ്യങ്ങൾ കാണാം. ഈ ദൃശ്യം പകർത്തിരിക്കുന്നത് ഈ 4 പേരിൽ ഒരാളാണ്. ഇതിനിടയിൽ ആന പോകാതെ വന്നതോടുകൂടി ഇവർ ഒരു അരിച്ചാക്ക് ആനയ്ക്ക് ഇട്ട് നൽകുകയായിരുന്നു. അതും ദൃശ്യങ്ങളിലുണ്ട്. തുടർന്നാണ് ആന പിൻവാങ്ങിയത്. ഏതായാലും വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ തെരുക്കമ്പാളയം. മാത്രവുമല്ല, നേരത്തെ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കർഷകൻ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഒരു ഭീതി നിലനിൽക്കുന്നതിനിടയിലാണ് വീണ്ടും പ്രദേശത്ത് കാട്ടാന ഇറങ്ങുകയും ചെയ്തത്. ഏതായാലും തമിഴ്നാട് വനം വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ആന ഇറങ്ങുന്നത് പതിവായതോടുകൂടി ഇവിടെ കൂടുതൽ സംഘത്തെ നിയോഗിക്കുമെന്ന് വനം വകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയും ഒരു കാട്ടാനയുടെ വാർത്തയാണ്. അത് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരം വിതുര തലത്തൂത്തക്കാവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്കേറ്റു. ടാപ്പിംഗ് തൊഴിലാളിയായ ശിവാനന്ദൻ കാണിയെയാണ് ആന ആക്രമിച്ചത്. ഇദ്ദേഹത്തിന് നട്ടെല്ലിന് പരിക്കുണ്ട്. ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലത്തൂത്തക്കാവ് പാലത്തിന് സമീപമാണ് ആക്രമണമുണ്ടായത്. ആന ശിവാനന്ദനെ ചുഴറ്റി റബ്ബർ തോട്ടത്തിലേക്ക് എറിയുകയായിരുന്നു. അരുൺ മോഹൻ വിവരങ്ങളുമായി. അരുൺ, ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യമാണ്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? എന്താണ് കൂടുതൽ വിവരങ്ങൾ?
ശ്രീജ, ഇന്ന് രാവിലെ ആയിരുന്നു, പുലർച്ചെയായിരുന്നു ഈ ഒരു സംഭവം. വിതുര തലത്തൂക്കാവിലെ ടാപ്പിംഗ് തൊഴിലാളിയാണ് ഈ പറയുന്ന ശിവാനന്ദൻ കാണി. ഇദ്ദേഹം രാവിലെ തൊഴിലിടത്തേക്ക് പോകുന്ന സമയത്തായിരുന്നു കാട്ടാനയുടെ ആക്രമണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാട്ടാന ചുഴറ്റി എറിഞ്ഞ് വീണ ശിവാനന്ദൻ കാണി നട്ടലിന് കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനിലയെക്കുറിച്ച് വ്യക്തമായ വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും നട്ടലിന്റെ പരിക്കേറ്റിട്ടുണ്ട്. ജീവൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് എന്ന് മാത്രം നമുക്കിപ്പോൾ പറയാം. ഇവിടെ വനമേഖലയാണ്, കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ ഉണ്ടായിരുന്ന സമീപത്ത് ഇദ്ദേഹത്തിന്റെ നിലവിളി കേട്ട അതിലെ സഞ്ചരിച്ച മറ്റു തൊഴിലാളികളാണ് വിവരം അറിയുന്നതും ഇദ്ദേഹത്തെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചതും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി അരുൺ. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. രാവിലെ ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇനി ഇത് കണ്ടോ കാണാം, അതിനുശേഷം മടങ്ങിയെത്താം.